Hi all, welcome to Competitive Cracker. This is me, Alfin Abdul Salam, for you to take you from zero to hero from HSA English. അപ്പോൾ HSA ഇംഗ്ലീഷിൽ നമ്മൾ എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സീറോ ടു ഹീറോ സീരീസിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ സെക്ഷനാണ് ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. വൺസ് അഗൈൻ ഇറ്റ് ഈസ് മീ അൽഫിൻ അബ്ദുൽ സലാം ഫോർ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഇൻ ഫ്രണ്ട് ഓഫ് യു. So I hope the audio is visible and the audio is audible and the video is visible. Can you please comment in the chat box? Audible ആണെങ്കിൽ ഒന്ന് വേഗം കമന്റ് ചെയ്യോ. ഓക്കെ ഫൈൻ. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ HSA ഇംഗ്ലീഷ് എന്ന് പറയുന്ന എക്സാം വളരെ ഒരുപാടധികം കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു എക്സാം തന്നെയാണ് എന്ത് HSA ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പരീക്ഷ. അപ്പോൾ നമ്മൾ മറ്റു പരീക്ഷകൾ പോലെ ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി ടു കോൺകർ. കാരണം എസ്പെഷ്യലി ലിറ്ററേച്ചറാണ്, ജനറൽ പേപ്പറുണ്ട്, ലിറ്ററേച്ചറിന് അപ്പുറത്തുള്ള ആസ്പെക്ട്സ് ഉണ്ട്, ഗ്രാമർ ഉണ്ട്, ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, മെത്തഡോളജി ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ചധികം ഫാക്ടേഴ്സ് ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ HSA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ എക്സാം. അപ്പോൾ HSA ഇംഗ്ലീഷിൽ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പോയട്രി, പ്രോസ്, ഡ്രാമ, ലിറ്റററി ക്രിറ്റിസിസം അങ്ങനെയുള്ള 5 മൊഡ്യൂളുകളിൽ നിന്ന് 50 ചോദ്യങ്ങളാണ് നമുക്ക് ലിറ്ററേച്ചർ സൈഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. പ്ലസ് അതിൻ്റെ കൂടെ എന്താണ് ജനറൽ പേപ്പറിൽ നിന്നുള്ള 20 ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, എന്താണ് പെഡഗോജി, ഗ്രാമർ പോലെയുള്ള ഏരിയാസിൽ നിന്നുള്ള മറ്റ് ചോദ്യങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കുഴപ്പിക്കുന്ന, ടഫാക്കുന്ന ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് എന്ന് മനസ്സിലാകാത്ത രീതിയിൽ ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന പോർഷനാണ് ലിറ്ററേച്ചർ. സ്റ്റാർട്ടിങ് ഫ്രം poetry, going through drama, prose, non-fiction and fiction and non-fiction and of course literary criticism. ഇത്രയും മൊഡ്യൂൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ വളരെയധികം കുഴപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ UG ആണെങ്കിലും PG ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാംസ് ആണ് എഴുതി വന്നിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സാമിലേക്ക് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ചലഞ്ചസ് ഒരുപാട് തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രം 2022. നമ്മളിപ്പോൾ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടുകൊണ്ട് തന്നെ ഇംഗ്ലീഷ്, HSA ഇംഗ്ലീഷിനെ ഫേസ് ചെയ്തുകൊണ്ട് എന്താണ് എങ്ങനെ നമ്മൾ മുമ്പോട്ട് അല്ലെങ്കിൽ HSA ഇംഗ്ലീഷിൻ്റെ ബേസിൽ നിന്ന് നമ്മൾ എങ്ങനെ പെർഫെക്റ്റിലേക്ക് എത്തുന്നു എന്നുള്ള സ്റ്റഡി പാറ്റേൺ ആണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. വി ക്യാൻ ഡിസ്കസ് ദീസ് ക്വസ്റ്റ്യൻസ്. 2022 ചോദിച്ചിട്ടുള്ള മിക്ക ചോദ്യങ്ങളും ഞാൻ ഈ PPT ആഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റഡി ടുഗെദർ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഹീറോസ് ഓഫ് HSA ഇംഗ്ലീഷ് ബൈ ദി എൻഡ് ഓഫ് ടുഡേയ്സ് സെഷൻ. സോ ലെറ്റ്സ് ബിഗിൻ. തുടങ്ങാല്ലേ? ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? So the first question is from the School for Scandal. School for Scandal. Can you please remove that red mark? Can you please remove that red mark, Lal? Lal. So that red mark. Okay, we begin.
Look at this. The school for scandal was first performed in London at dash on 8th May 1777. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ വർക്ക്. ദ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന വർക്ക് ആരുടേതാണ്? ഹു ഹാസ് റിട്ടൺ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ? സ്കൂൾ ഫോർ സ്കാൻഡൽ ആരുടെയാണ്? ഹു ഹാസ് റിട്ടൺ സ്കൂൾ ഫോർ സ്കാൻഡൽ? ഇറ്റ് ഇസ് ബൈ റിച്ചർഡ് ബി ശ്രീഡൻ അല്ലേ? റിച്ചർഡ് ബി ശ്രീഡൻ്റെ ആണ് സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന വർക്ക് അല്ലേ? ഇറ്റ് വാസ് ഫസ്റ്റ് പെർഫോംഡ് വെയർ? എവിടെയായിരുന്നു ആദ്യമായിട്ട് പെർഫോം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഇറ്റ് വാസ് ഫസ്റ്റ് പെർഫോംഡ് ഓൺ May 8th 1777. ഈ ചോദ്യം നമ്മളോട് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ടെൽ us? എന്താണ് ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത്? ഹിയർ ലുക്ക്, the school for scandal was first performed in London at dash on 8th May 1777. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഒരു പ്ലേയിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? നമുക്കിവിടെ ഹിൻറ്റുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഹിൻറ്റുകൾ തന്നിട്ടുണ്ട് ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന ടൈറ്റില്, വർക്കിൻ്റെ ടൈറ്റിൽ. നമുക്ക് ഓൾറെഡി ടൈറ്റിൽ അറിയാം. ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം? ടൈറ്റിലിൻ്റെ ഓതർ ആരാണ് എന്ന് നമ്മൾ പഠിക്കണം. ഇയർ പഠിക്കണം. ഏത് വർഷമാണ് ഇത് ആദ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്? എവിടെ വെച്ചാണ് ഇത് പെർഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഏരിയാസ് ഇതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ആദ്യം ഒരു വർക്ക് എടുത്ത് വയ്ക്കുക. ആ വർക്കിൻ്റെ കൂടെ തന്നെ എന്ത് പഠിച്ചു പോവുക? ലേൺ അബൌട്ട് ദ ഓതർ ഓഫ് ദ ടെക്സ്റ്റ്. അപ്പോൾ ഓതറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീഡൻ്റെ മറ്റു വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തിലേ ചോദ്യം പ്രതീക്ഷിക്കാം? സ്കൂൾ ഓഫ് സ്കാൻഡലിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ലണ്ടനിൽ സ്പെസിഫിക്കലി എവിടെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെയുള്ള സ്പെസിഫിക് ഡീറ്റെയിൽസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്പെസിഫിക് ഡീറ്റെയിൽസ്, ഓതറിൻ്റെ എത്രാമത്തെ വർക്കാണ് എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഏത് വർഷമാണ് റിലീസ് ചെയ്തിട്ടുള്ളത്, ഏത് ഡേറ്റിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എവിടെ വെച്ചാണ്? ഇവിടെ നമ്മൾ ലണ്ടനിലാണ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഡ്യൂറി ലൈൻ, ഓപ്ഷൻ സി, ഡ്യൂറി ലൈനിലാണ് ആദ്യമായിട്ട് സ്കൂൾ ഓഫ് സ്കാൻഡൽ എന്ത് ചെയ്തിട്ടുള്ളത്? പെർഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നിങ്ങൾ ഒരു വർക്ക് പഠിച്ച് തുടങ്ങുമ്പോൾ ലിറ്ററേച്ചറിൽ പ്ലേ ആയിക്കോട്ടെ, പ്ലേസ് ആണെങ്കിൽ നമ്മൾ ക്യാരക്ടേഴ്സിനോടൊപ്പം തന്നെ മറ്റെന്തും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് പോകണം. ആക്റ്റുകളുടെ നമ്പർ അല്ലേ? നമ്പർ ഓഫ് ആക്ട്സ് അല്ലേ? തീംസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടേഴ്സിനെ നമ്മൾ പഠിക്കുമ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ എന്ത് ഇമ്പോർട്ടൻ്റ് കോഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് കോഡ്സ് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കണം. ക്ലിയർ ആണോ? ഓക്കെ. റിച്ചർഡ് ബി ഷ്രിഡൻ്റെ ആണ് സ്കൂൾ ഫോർ സ്കാൻഡൽ. ഇറ്റ് വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ ലണ്ടൻ അറ്റ് ഡ്യൂറി ലൈൻ on May 8, 1777. Okay. Now the next slide. Okay. Next slide. Upon his return to Hertfordshire, whose death does Jack announce to Miss Prism and Dr. Chasuble? Upon his return to Hertfordshire, whose death does Jack announce to Miss Prism and Dr. Chasuble? Miss Prism ഏത് വർക്കിലെ ക്യാരക്ടറാണ്? മനസ്സിലായോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? ഇവിടെ എസ്പെഷ്യലി എന്തെടുത്ത് പറയുന്നില്ല? വർക്കുകളുടെ പേരെടുത്ത് പറയുന്നില്ല. നേരത്തെ നമ്മൾ സ്കൂൾ ഫോർ സ്കാൻഡൽ വാസ് ബൈ ഷെറിഡൻ ആൻഡ് സ്കൂൾ ഫോർ സ്കാൻഡൽ ആണ്, ഈ വർക്കിൻ്റെ പേര് സ്കൂൾ ഫോർ സ്കാൻഡൽ ആണ് എന്ന് നമ്മൾ എന്ത് പറയുന്നുണ്ട്? ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട്.
അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം ഫ്രം ദ സൈഡ് ഓഫ് എൻ എക്സാം, അല്ലെങ്കിൽ വൈൽ വി ആർ അറ്റൻഡിങ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ എടുത്തു പോയാൽ മതി. ഒരു വർക്ക് പഠിക്കുക, ആ വർക്കിൻ്റെ ഓതർ ആരാണ്, ഇയർ ഏതാണ്, പബ്ലിക്കേഷൻ, പ്ലേസ്, അല്ലെങ്കിൽ പ്ലേ ആണെങ്കിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്ത പ്ലേസ്, തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ എന്ത് പഠിക്കണമെന്ന് പറഞ്ഞു, ക്യാരക്ടേഴ്സിനെ പഠിക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, മിസ് പ്രിസം, ജാക്ക്, ഡോക്ടർ ചോസബിൾ, ഇങ്ങനെയുള്ള 3 ക്യാരക്ടേഴ്സിൻ്റെ പേര് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 3 ക്യാരക്ടേഴ്സും വരുന്നത് ഈസ് ഓഫ് ഓസ്കർ വൈൽഡ്സ് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് അല്ലേ. അതിൽ സ്പെഷ്യാലിറ്റി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ വന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷൻ ഡി ഏണസ്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കാരണം ഏണസ്റ്റ് എന്ന് പറയുന്ന ടൈറ്റിലിനും ഏണസ്റ്റ് ആയിരിക്കുക എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്കിനും ഒരുപാടധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേ ആണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് അല്ലേ. നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് എന്ത് മനസ്സിലാകുന്നത്, ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഇവിടെ പ്ലേസ്ഡ് ആയി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ജാക്കിൻ്റെ എന്താണ് ആലിബൈ ആണ് ഏണസ്റ്റ് എന്നുള്ളത് അല്ലേ, ജാക്ക് വേർതിങ്. ആ ഐഡിയ അല്ലെങ്കിൽ ആ ഐഡൻറ്റിറ്റിയെ പറ്റിയുള്ള ഒരു എന്താണ് ട്രബിളും അത് തമ്മിലുള്ള ഒരു ക്ലാഷുമാണ് സ്റ്റോറിയുടെ ടാഗ് ലൈൻ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ്, മിസ് പ്രിസം ആൻഡ് ഡോക്ടർ ചോസബിളിനോട് ആരുടെ മരണത്തെ പറ്റിയാണ് ജാക്ക് പറയുന്നത്, ഇറ്റ് ഈസ് അബൌട്ട് ദ ഡെത്ത് ഓഫ് ഏണസ്റ്റ്, വിച്ച് ഈസ് ഹിസ് ആലിബൈ ഓർ ഹിസ് ഓൾട്ടർ ഈഗോ ഇൻ അനദർ ലൊക്കേഷൻ. മനസ്സിലായോ? അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ അനദർ വേ വിച്ച് വി ക്യാൻ ഈസിലി cover up the portions and be ready for exams if we learn through these technique. നമ്മൾ ഇങ്ങനെ മാപ്പ് ചെയ്ത് വർക്കുകളെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ക്വസ്റ്റ്യൻസിലേക്ക് ആൻസേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസും ഇത് തന്നെയാണ്. ഓക്കെ, സോ ജാക്ക് അനൗൺസസ് ദ ഡെത്ത് ഓഫ് ഹിസ് ബ്രദർ ഏണസ്റ്റ്. ഓക്കെ, next, Higgins claims that English is the language of. Okay, നമുക്ക് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കലി what happens here, ഹിഗിൻസ് എന്ന് പറയുന്ന ഒരു ഓതറാണ് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം അല്ലേ. ക്ലെയിംസ് ദാറ്റ് ഇംഗ്ലീഷ് ഇസ് ദ ലാംഗ്വേജ് ഓഫ്. ഇംഗ്ലീഷ് ഒരു സ്പെസിഫിക് ആളുടെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ലാംഗ്വേജ് ആണ് എന്നൊരാൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. ശരിക്കും ഹിഗിൻസ് എന്ന് പറയുന്ന ആരാണ്? ഹു ഈസ് ഹിഗിൻസ്? ഹു ഈസ് ഹിഗിൻസ്? ഹു ഈസ് ഹിഗിൻസ്? ഹിഗിൻസ് ആരാണ് പറഞ്ഞേ? The right answer is C, Shakespeare, Milton and the Bible. Who is Higgins? Higgins is a character in George Bernard Shaw's Pygmalion. കണ്ടോ, വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടേഴ്സിന്റെ കോഡ്സ് നമ്മൾ തിരിച്ച സ്റ്റഡി പാറ്റേണിലേക്ക് എത്തുകയാണ്. ഈ സ്റ്റഡി പാറ്റേൺ കൊണ്ട് നമുക്ക് ഈ 3 എണ്ണത്തിന് ആൻസർ ചെയ്യാൻ പറ്റിയില്ലേ. ജോർജ് ബെർണാഡ് ഷോയുടെ പിഗ്മാലിയൻ എന്ന് പറയുന്ന വർക്കിലെ ഹിഗിൻസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് എന്ത് പറയുന്നത്, യുവർ നാറ്റീവ് ലാംഗ്വേജ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഷേക്സ്പിയർ ആൻഡ് മിൽട്ടൺ ആൻഡ് ദ ബൈബിൾ എന്ന സ്റ്റേറ്റ്മെന്റ് കൊട്ടേഷൻ അല്ലേ, കൊട്ടേഷൻ നൽകുന്നത് ഹിഗിൻസ് ആണ് അല്ലേ അല്ലേ. സോ അവിടെ നമ്മളെ സഹായിച്ചത് എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം വന്നോ? ഇല്ല. നമ്മൾ ആ വർക്ക് മനസ്സിലാക്കി, വർക്കിന്റെ സമ്മറി മനസ്സിലാക്കി, മേജർ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി. മേജർ ക്യാരക്ടറാണ് എന്ത്, പിഗ്മാലിയൻ എന്ന് പറയുന്ന വർക്കിലെ മേജർ ക്യാരക്ടറാണ് ഹിഗിൻസ്. മേജർ ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലാക്കി, ആ ക്യാരക്ടറിന്റെ എന്ത് മനസ്സിലാക്കി, ഇമ്പോർട്ടൻറ്റ് കോട്ട്സ് നമ്മൾ നോട്ട് ചെയ്തെടുത്തു. അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കോട്ടിൽ നിന്ന് വരുന്നതാണ് എന്ത്, നമ്മളുടെ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ദ കൊട്ടേഷൻ അല്ലേ. യുവർ നേറ്റീവ് ലാംഗ്വേജ് ഇസ് ദ ലാംഗ്വേജ് ടു ഷേക്സ്പിയർ ആൻഡ് മിൽട്ടൺ ആൻഡ് ദ ബൈബിൾ. ആരോടാണ് ഇത് പറയുന്നത് എന്നുകൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, the next question, what does Nora bring into the cottage at the beginning? Again ഒരു ക്യാരക്ടറിന്റെ പേര് മാത്രമാണ് വന്നിട്ടുള്ളത്.
നോറ എന്ന് പറയുന്നത് ഏത് വർക്കിലെ പ്രൈമറി ക്യാരക്ടറാണ്? ഏത് വർക്കിലെ പ്രൈമറി ക്യാരക്ടറാണ്? ഏത് വർക്കിലെ പ്രൈമറി ക്യാരക്ടറാണ് നോറ? ഏത് വർക്കിന്റെ പ്രൈമറി ക്യാരക്ടറാണ് നോറ? വിച്ച് വർക്ക്? ഏത് വർക്ക് നോറ ഏത് വർക്കിലെ പ്രൈമറി ക്യാരക്ടറാണ്? നമുക്ക് അങ്ങനെ വർക്ക് എന്താണ് മാപ്പ് ചെയ്ത് പോകാം. നോറ ഈസ് എ പ്രൈമറി ക്യാരക്ടർ ഓർ എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ഫ്രം വെയർ? റൈഡേഴ്സ് ടു ദ സീ അല്ലേ? യെസ്, റൈഡേഴ്സ് ടു ദ സീയിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ആര്? നോറ അല്ലേ? ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ബിഗിനിങ്? നമുക്കറിയാം കഥയുടെ തുടക്കത്തിൽ ഇറ്റ് ഈസ് അബൌട്ട് എ ഡ്രൗൺഡ് മാൻ അല്ലേ? So the play opens with Nora entering carrying a bundle of clothes hidden under her shawl, which are later revealed to be the items found on a drowned man. Doll's House ആണോ? Doll's House അല്ല കേട്ടോ ഷെഫീന. It is Riders to the Sea. Riders to the Sea ആരാണ് എഴുതിയിട്ടുള്ളത്? Who has written Riders to the Sea? അപ്പോൾ ഇവിടെയും കണ്ടോ കഥയുടെ ഓപ്പണിംഗ് സീക്വൻസുകൾ. നമ്മൾ ഒരു സ്റ്റോറി പഠിക്കുമ്പോൾ നമുക്ക് മിക്കവാറും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഓപ്പണിംഗ് ഓഫ് ദ ടു സിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ? ടു സിറ്റീസ് ബൈ ചാൾസ് ഡിക്കൻസ് അല്ലേ? ചാൾസ് ഡിക്കൻസിന്റെ ടു സിറ്റീസ് എന്ന് പറയുന്ന വർക്ക് എങ്ങനെയാണ് തുടങ്ങുന്നത്? ജെയിംസ് ഇഞ്ച്. യെസ്, റൈറ്റ് ആൻസർ. വാട്ട് ഈസ് ദ ഫുൾ നെയിം ഓഫ് ജെയിംസ് ഇഞ്ച്? ഓപ്പണിംഗ് ലൈന്, ഓപ്പണിംഗ് സെന്റൻസുകൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഓർത്തു വയ്ക്കുക. ഓപ്പണിംഗ് ഇനിഷ്യൽ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഇവിടെ നോറ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ട്രിവിയൽ ക്യാരക്ടർ അല്ലെങ്കിൽ പോലും ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ആ സ്റ്റോറിയുടെ പേസിങ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലും സ്റ്റോറിയുടെ ഇൻട്രൊഡക്ഷൻ കൊണ്ടുപോകുന്നതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് നോറ എന്ന് പറയുന്ന ക്യാരക്ടർ. സോ ഹൗ ദ സ്റ്റോറി ഈസ് ബിഗിനിങ്, ഹൗ ദ സ്റ്റോറി ഈസ് സ്റ്റാർട്ടിങ് ഓർ ഹൗ ദ സ്റ്റോറി ഈസ് വാട്ട് എലവേറ്റിംഗ്, എങ്ങനെയാണ് ഈ സാധനം ഓപ്പൺ അപ്പ് ആകുന്നത് എന്നുള്ളത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിഗിനിങ് ആക്റ്റുകൾ, ബിഗിനിങ് പോർഷൻസ്, ബിഗിനിങ് ലൈൻസ് നമ്മൾ ഓർത്തു വയ്ക്കുക. ക്യാരക്ടേഴ്സ്, അവരുടെ കൊട്ടേഷൻസ് ഓർത്തു വയ്ക്കുക. ക്യാരക്ടേഴ്സ് ആരൊക്കെ, ഓതേഴ്സ് ആരൊക്കെ, വർക്ക് ഏത്, ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. എന്ത് പഠിക്കുമ്പോൾ ഓരോ വർക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമ്മളപ്പോൾ എപ്പോഴും ചെയ്യേണ്ടതാണ് ഒരു വർക്ക് എടുക്കുക, അതിൻ്റെ സമ്മറി വായിക്കുക. ഡീറ്റെയിൽഡ് സമ്മറി വായിക്കാൻ പറ്റുമെങ്കിൽ ഡീറ്റെയിൽഡ് സമ്മറി തന്നെ വായിക്കുക. ആൻഡ് വൈൽ യു മേക്ക് നോട്ട്സ്, നോട്ട് ഡൗൺ ദീസ് പോയിന്റ്സ്, ഓതർ, ബാക്ക്ഗ്രൗണ്ട്, ലൊക്കേഷൻ ആൻഡ് അതർ ഡീറ്റെയിൽസ്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഹിയർ ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്. ഇറ്റ് ഈസ് ലേറ്റർ റിവീൽഡ് ദാറ്റ് ഇറ്റ് ഈസ് ദാറ്റ് ഓഫ് എ ഡ്രൗൺഡ് മാൻ അല്ലേ? റൈഡേഴ്സ് ടു ദ സീ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് എ ഫാമിലി ഓഫ് ഫിഷർമെൻ ഓർ പീപ്പിൾ ഹു ആർ ലിവിങ് നിയർ ടു ദ ഷോർ, ഹൂസ് മെൻ ആർ ലോസ്റ്റ് ടു ദ സീ അല്ലേ? അങ്ങനെയുള്ളൊരു ട്രാജിക്കസ്റ്റ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ടു സേ ട്രാജിക് ഓർ വോട്ട് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ലൈനുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വർക്കാണ് റൈഡേഴ്സ് ടു ദ സീ അല്ലേ? സോ ഇറ്റ് ഈസ് the bundle of clothes. How does she bring it? She bring it hidden under her shawl, and later as the story progresses it is revealed that it is that of a drowned man. Okay, now let's look at the next question. Which is not one of estrogen's characteristics? Estrogen എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതൊക്കെ? Which among the following is not one of estrogen's characteristics? ഈസ്ട്രഗൺ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതൊക്കെ? നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈസ്ട്രഗൺ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഈസ് ഇറ്റ്? ഇതിലേതാണ് ഈസ്ട്രഗന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്? അല്ല, അതൊക്കെ പോട്ടെ, ഈസ്ട്രഗൺ എന്ന് പറയുന്നത് ഏത് വർക്കിലെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്? ഇസ് വൺ ഓഫ് ദ സെൻട്രൽ ക്യാരക്ടേഴ്സ് ഇൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്ലേസ് ഓഫ് മോഡേൺ തിയേറ്റർ. മോഡേൺ തിയേറ്റർ അല്ലേ? നമുക്കറിയാം 19th അല്ലെങ്കിൽ 20th സെഞ്ച്വറിക്ക് ശേഷം, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വളർന്നു വന്നിട്ടുള്ള മോഡേൺ ആധുനിക എന്താണ് സാഹിത്യ ഫീൽഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയായിരുന്നു പ്ലേകൾ എന്ന് പറയുന്നത്, ഡ്രാമകൾ എന്ന് പറയുന്നത്. അവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു എന്ത് തിയേറ്റർ ഓഫ് ദി
അബ്സേർഡ് അല്ലേ? തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്. തിയേറ്റർ ഓഫ് ദി അബ്സേർഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഥർ ആരാണ്? സാമുവൽ ബെക്കറ്റ് അല്ലേ? സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന വർക്കിലെ എന്താണ് പ്രൈമറി ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ആര്? ഈസ്ട്രഗൺ. കണ്ടോ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ക്യാരക്ടറിന്റെ തീംസ്, വർക്കിന്റെ തീംസ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈസ്ട്രഗൺ എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയുള്ള ഒരാളാണ്? പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്, വീക്ക് ആയിട്ടുള്ള ഒരാളാണ്, കൂടെയുള്ള ഒരാളുടെ ഹെൽപ്പ് എപ്പോഴും ചോദിക്കുന്ന ഒരാളാണ് ഈസ്ട്രഗൺ. Who is the companion of Estragon in the play Waiting for Godot by Samuel Beckett? Who is the companion character of Estragon? Comment ചെയ്യാട്ടോ. സോ അങ്ങനെയുള്ള ഈസ്ട്രഗന്റെ ക്യാരക്ടർ അല്ലാത്തത് ഇതിലേതാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വീക്ക്നെസ് ഉണ്ട് അല്ലെ? ഹി ഈസ് എ വീക്ക് പേഴ്സൺ. ഹി ഹാസ് പുവർ മെമ്മറി. ഹി ഈസ് സഡിസ്റ്റിക്. വാട്ട് ഈസ് ഹി നോട്ട്? He is not a person with Vladimir. Yes, he is not a person with ego. He is not an egotistical character from Samuel Beckett's what? Waiting for Godot. Alle? He is portrayed as a weak, forgetful and pessimistic character. He is often depicted as being lazy and apathetic. He is not he is not a person with apathy or empathy or sympathy. He is apathetic, that is nearly sadistic, alle? Concerned with his physical discomfort and suffering, and not much of an ego. He is not much of a egotistical character filled with ego and self-esteem and self-boosting. He is representing himself as weak, which is against egotistical, alle? അപ്പം അങ്ങനെയുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ഉള്ള ആളാണ് ആര്? ഈസ്ട്രഗൺ അല്ലേ? സോ ഇവിടെയും കണ്ടോ, നമുക്ക് ആ ഒരു പാറ്റേൺ പിടിച്ചു പോയാൽ നമുക്ക് ഈ വർക്കുകളുടെ ആൻസേഴ്സ് എല്ലാം നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. പ്ലേസ്, ഷോർട്ട് സ്റ്റോറീസ് അല്ലേ? പ്ലേസിലും ഷോർട്ട് സ്റ്റോറീസിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് ദ ക്യാരക്ടേഴ്സ്, ദി ഓതേഴ്സ്, ദ സെറ്റിംഗ്, ദ തീംസ് ആൻഡ് അതർ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ദീസ് വർക്ക്സ്. ഇപ്പോൾ നമ്മൾ വർക്കിൻ്റെ ടൈറ്റിൽ എടുക്കുക, അതിൻ്റെ ഓതർ ആരാണ് എന്ന് മനസ്സിലാക്കുക, ആൻഡ് അത് എഴുതിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ തീംസ്. നമ്മൾ അപ്സെറ്റ് സ്കൂൾ ഓഫ് ഡ്രാമയാണെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ അപ്സെറ്റ് സ്കൂളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്തിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം? വെയിറ്റിംഗ് ഫോർ ഗോദോയിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, സാമുവൽ ബെക്കറ്റിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അപ്സെറ്റ് സ്കൂളിൻ്റെ ഫീച്ചേഴ്സ് ഈസ്ട്രഗൺ കാണിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ട് ഒരു ചോദ്യമെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടോ? 5-6 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇറ്റ് വാസ് ഓൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സാമുവൽ ബെക്കറ്റ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റെസ്റ്റോറൻറ്റ് വെയർ ഹാപ്പി ആൻഡ് ബിഫ് ടേക്ക് വില്ലി? നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യത്തിൽ നമ്മൾ എന്ത് കണ്ടു? വർക്കിൻ്റെ പേര് കണ്ടു. പിന്നെ നമ്മൾ അങ്ങോട്ട് വർക്കിൻ്റെ പേരൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ വർക്കിൻ്റെ പേര് കണ്ട് നമുക്കൊരു വർക്കിനെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനേക്കാളും കൂടുതലും സെറ്റിങ്ങും ക്യാരക്ടേഴ്സിൽ നിന്നുമാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് അല്ലേ? ഈ ചോദ്യം തന്നെ എടുത്ത് നോക്കിക്കേ. ബിഫ്, ഹാപ്പി, വില്ലി, 3 ക്യാരക്ടേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹാപ്പി, ബിഫ്, വില്ലി എന്ന് പറയുന്നത് ഏത് വർക്കിലുള്ള ക്യാരക്ടേഴ്സാ പറഞ്ഞേ? അമേരിക്കൻ ലിറ്ററേച്ചർ ആണ്. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ അമേരിക്കൻ ഡ്രീം ഓൾസോ. പറഞ്ഞേ, ഏതാ വർക്ക്? വിച്ച് ഈസ് ദ വർക്ക്? ഏതാ വർക്ക്? ഇറ്റ് ഈസ് ദ വർക്ക് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ അല്ലേ? ഡെത്ത് ഓഫ് ദ സെയിൽസ്മാനിൽ വാട്ട് ഈസ് ഇറ്റ്? ആർത്തർ മില്ലേഴ്സ് play the death of a salesman. Where does he take it? Where does he take them? Where do they take him? Sorry. Happy and Biff take Willie to Frank's Chop House അല്ലേ? ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? ആ കഥയുടെ പ്രോഗ്രഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് എന്ത്? ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ് അല്ലേ? എങ്ങനെയാണ് അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് ആളുകളുടെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് ആളുകളുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് എന്നുള്ളൊരു ആസ്പെക്റ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വർക്കാണ് എന്ത്? ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ.
അങ്ങനെയുള്ളൊരു ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറയുന്ന വർക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് എന്ത് ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ് എന്ന് പറയുന്ന ലൊക്കേഷൻ അല്ലേ. ഈ കഥാതന്തുവിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ അകത്താണ് നമ്മൾ ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞത് അല്ലേ. ഈ ക്യാരക്ടേഴ്സ് വരുന്ന ലൊക്കേഷൻസ് അല്ലേ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, നേച്ചർ, മനസ്സിലായോ? ഇത്രയും ഫീച്ചേഴ്സ് നമ്മളൊരു ക്യാരക്ടറിനെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഒരു ക്യാരക്ടറിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം? ആ ക്യാരക്ടേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ലൊക്കേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിവിയൽ ആയിട്ടുള്ള എന്താണ് ഇവൻറ്റ്സ് നടക്കുന്ന ലൊക്കേഷൻസ്. അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഈശ്വരൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് നേച്ചർ, ആളുകളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മളൊരു ക്യാരക്ടറിൽ നിന്ന് ഒരു പ്ലേയിൽ നിന്നും ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ലൊക്കേഷനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ടു ഇൻ റിലേഷൻ വിത്ത് ക്യാരക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു വർക്ക് പഠിക്കുമ്പോൾ ആ വർക്കിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്ത് വെക്കുക? നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങളൊരു സമ്മറി വായിച്ച് പഠിക്കുമ്പോൾ, ഒരു സമ്മറി നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? സമ്മറി വായിച്ചിട്ട് പിന്നെ വിടരുത്, അതിൽ നോട്ട്സ് ഉണ്ടാക്കണം. നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഒരു സമ്മറി വായിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റിവൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് വീണ്ടും 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 നമ്മുടെ മനസ്സിലേക്ക്, ഓർമ്മയിലേക്ക് റീചാർജ് ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ്. Now the next question, Nagamandala is based on two folk stories which Karnad heard from his guru. See, this is something different അല്ലേ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ദിസ് ഈസ് ഫ്രം നാഗമണ്ഡല അല്ലേ. പ്ലേ വിത്ത് എ സ്നേക്ക് അല്ലേ, നാഗമണ്ഡല എന്ന് പറയുന്ന പ്ലേയിൽ നമുക്ക് നാഗമണ്ഡലം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. കാരണം നാഗമണ്ഡല എന്ന് പറയുന്നത് ഒരു ലീനിയർ നറേറ്റീവിൽ പോകുന്ന ഒരു വർക്കല്ല നാഗമണ്ഡലയ്ക്ക് ഡിസ്റ്റോർട്ടഡ് നറേറ്റീവ്സ് ആണുള്ളത്. മൾട്ടിപ്പിൾ എൻഡിങ്സ് ഉണ്ട്. നറേറ്റീവ് സ്റ്റൈലിൽ അല്ലെങ്കിൽ പ്ലോട്ട് ലൈന് മുമ്പോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. ആദ്യം തന്നെ ഫ്ലെയിംസ് വന്ന് കഥ പറയുന്നു. There is another storyteller there who made people sleep by forcing them to watch his plays, and he is cursed with death if he is sleeping for that night. And he is hearing about exciting stories from the lambs about a woman and her husband and the snake who is coming to her rescue and who falls in love with her and all. അപ്പോൾ ഇതിനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക് നമ്മൾ എന്തുകൊണ്ട് ഇത്രയും കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഇൻക്ലൂഡഡ് ഇറ്റ് ഹാസ് വിതിൻ ഇറ്റ് സെൽഫ് സം ഓഫ് ദ വാട്ട് ടു സേ സം കൈൻഡ് ഓഫ് മിത്തിക്കൽ ഫോക്ലോർ വീവൺ റൈറ്റ് ഇൻ ടു ദ സ്ക്രിപ്ചർ ഓഫ് ദ പ്ലേ. അപ്പോൾ പ്ലേയുടെ കഥയുടെ സോളിനകത്ത് തന്നെ നമുക്ക് ഫോക്ലോർ എന്ന് പറയുന്ന സാധനം നമുക്ക് റിഫ്ലക്റ്റഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ആൻഡ് it is a play that is dedicated to A.K. Ramanujan. It is a play that is dedicated to A.K. Ramanujan. And it is said that he learned or he heard two folk stories from A.K. Ramanujan which motivated our Girish Karnad to write Nagamandala. So the right answer is option B, A.K. Ramanujan. The right answer is option B,
Sorry for the technical issue that occurred. So, okay, you are Anandamurthy. Who is you are Anandamurthy? Samskara എഴുതിയിട്ടുള്ള ആളാണ് യു ആർ അനന്തമൂർത്തി. And it is A.K. Ramanujan for whom to whom the play Nagamandala is dedicated to, and it is the stories of Ramanuja, A.K. Ramanuja, or the stories told by him to his disciple, our Girish Karnad, that gave birth to the work Nagamandala. Okay, so you have to learn about the background of the work also. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്ക് മാത്രമല്ല ഓതറിനെ പറ്റി നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഓതറിനുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ വിത്ത് എ കെ രാമാനുജനാണ് ഈ വർക്ക് എഴുതുന്നതിലേക്കുള്ള ഒരു എന്താണ് കീ ഡ്രൈവിങ് എന്താണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മൾ ഓതറിനെ പറ്റി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഓതറിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തെല്ലാം ചെയ്തു പോകണം? ഓതറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഓതറിൻ്റെ മറ്റ് ഓതേഴ്സുമായിട്ടുള്ള കണക്ഷൻസ്, ഡെഡിക്കേഷൻസ്, പ്രത്യേകിച്ച് ഒരു ഓതറിൻ്റെ എന്താണ് ഇൻഡിവിജ്വൽ എന്താണ് റെസ്പെക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടോ അക്നോളജ്മെൻറ്റ് കൊണ്ടോ ആണ് ഒരു വർക്ക് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. വേസ്റ്റ്ലാൻഡ് ഒക്കെ അങ്ങനെയുള്ള വർക്കുകൾ തന്നെയാണ്. That is also something that shows the connection between the authors and the what a similarity or the social nature of authors during a similar time period or of a same time period. അങ്ങനെയുള്ള ഒരു വർക്ക് കൂടിയാണ് നാഗമണ്ഡല. So it is a work that is dedicated to A.K. Ramanujan, and it has its origins from the short stories or the folk stories which were told to A.K. Ramanujan or to our whom Girish Karnad by A.K. Ramanujan. Now the next question is from a side of literary criticism. Elaine Showalter's prime area of research was, which was the prime area of Elaine Showalter's research? Elaine Showalter ആണോ ഗൈനോക്രിറ്റിസിസം കണ്ടുപിടിച്ചത്? ആണോ? Can you guys comment? What is gynocriticism? What is gynocriticism? Yes, it is Elaine Showalter who has coined the term gynocriticism. Where has she coined it? In which work? Yes. What is gynocriticism? Gynocriticism is the criticism of what? The female identity portrayed in literature and the urge to portray or picturize a woman by a woman herself. So, അവിടെ നോക്കിയേ, അവിടെ എലൈൻ ഷോവാൾട്ടർ എന്തിനെ പറ്റിയാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. Is it electra complex and infomania, history and hormones in women, history and madness in women, madness and menopause in women? See, what is it? ഇവിടെ എലൈൻ ഷോവാൾട്ടറിനെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാകുമ്പോഴേ നമുക്ക് ഇതിനെ പറ്റിയുള്ള കറക്റ്റ് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, D5 and art, what you have said is right. It is history and madness in women. അല്ലേ? Elaine Showalter has studied about the characters in our White Saga. So see, അങ്ങനെ എന്താണ് the portrayal of mad women, the mad woman in the attic എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയുള്ള സ്റ്റഡീസിലാണ് എലൈൻ ഷോവാൾട്ടർ എന്ത് പറയുന്നത്, ഹിസ്റ്ററിക് ആയിട്ട് എന്താണ് മാഡായിട്ടൊരു വുമണിനെ പൊട്രൈ ചെയ്യുന്ന മെയിൽ ഗെയ്സിനെ പറ്റി അല്ലെങ്കിൽ പാട്രിയാർക്കൽ എന്താണ് കണ്ടീഷനിങ്ങിനെ പറ്റി എലൈൻ ഷോവാൾട്ടർ നടത്തിയിട്ടുള്ള സ്റ്റഡീസിനെ പറ്റി പറയുന്നത്. സോ ദാറ്റ് ഫോർ ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ വർക്ക്സ് ഓഫ് എലൈൻ ഷോവാൾട്ടർ. അല്ലേ, എലൈൻ ഷോവാൾട്ടറിൻ്റെ വർക്കുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ഇവരുടെ കണ്ടന്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എലൈൻ ഷോവാൾട്ടറിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ വർക്കുകളെ പറ്റിയുമുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കണം. ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? യു ആർ ടേക്കിംഗ് എലൈൻ ഷോവാൾട്ടർ. എലൈൻ ഷോവാൾട്ടർ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഒരു ലിറ്റററി ക്രിട്ടിക്കിനെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ ലിറ്റററി ക്രിട്ടിക്കിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ടേംസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ലേ,
ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരേണ്ടത് ആരുടെ പേരാണ്? മാത്യു ആർണൽഡിന്റെ പേരാണ്. അതേപോലെ തന്നെയാണ് ഗൈനോക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട പേര് ആരുടെയാണ്? എലൈൻ ഷോവാൾട്ടറിന്റെ ആണ് അല്ലേ? ഇങ്ങനെയുള്ള ക്രിട്ടിക്കുകളും അവരുടെ ടേമുകളും തമ്മിലുള്ള കണക്ഷൻസ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. അവരുടെ ടേമുകൾ വരുന്ന വർക്കുകൾ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ തീംസ് മനസ്സിലാക്കി വെക്കുക. എല്ലാ എസ്സേസിലും എന്തുണ്ട്? മിനിമം ഒരു 3 to 4 to 5 ആർഗ്യുമെന്റ്സ് എങ്കിലും കാണും. ഈ ആർഗ്യുമെന്റ്സ് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക അല്ലേ? ഇറ്റ് ഈസ് സച്ച് an argument that she does അല്ലേ? about the historical and cultural representation of history and madness in women അല്ലേ? Her influential book The Female Malady, The Women, Madness and English Culture, and it what does it do? It explores how the psychological illness or madness in women has been perceived and treated in Western culture, particularly in Victorian era അല്ലേ? ഒരു പോസ്റ്റ് വിക്ടോറിയൻ ടൈം പീരീഡിലാണ് എലൈൻ ഷോവാൾട്ടർ. വീനോ ഫെമിനിസം എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു പോസ്റ്റ് വാർ ലിറ്ററി തിയറി ഏരിയയിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഹൗ ദ സൈക്കോളജി നമുക്കറിയാം, പോസ്റ്റ് വാർ ലിറ്ററി തിയറിയിലാണ് സൈക്കോ അനാലിസിസും ദ ഇന്നർ സൈക്കി ഓഫ് ഹ്യൂമൻ ബീങ്സിനെ പറ്റി ലിറ്ററി പീസസിൽ നമ്മൾ വർക്ക്സ് സ്റ്റഡീസ് നടത്താൻ തുടങ്ങിയത്. ആ ഒരു കാഴ്ചപ്പാടിലാണ് വാട്ട് ഷീ ഡസ്, ഷീ അണ്ടർസ്റ്റാൻഡ്സ് ഓർ അനലൈസസ് ദ പൊട്രയൽ ഓഫ് മാഡ് വിമൻ portrayed or created or picturized in especially the Victorian era അല്ലേ? ഉദറിങ് ഹൈറ്റ്സ് പോലെയുള്ള ഗോത്തിക് വർക്കുകളിൽ, ആ ക്യാരക്ടറിസ്റ്റിക്കിലുള്ള വർക്കുകളിലുള്ള ഫീമെയിൽ പൊട്രയലിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എലൈൻ ഷോവാൾട്ടർ ആണ് എന്ത് മാഡ്നസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലിനെ അല്ലെങ്കിൽ ദ മാഡ്നസ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ എന്തിൽ സ്ത്രീകളിലുള്ളത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു സ്റ്റഡി നടത്തുകയും അതിനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. And that is a kind of gynocriticism, the portrayal of women by men അല്ലേ? the female feminine faces ഒക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ബൈ എലൈൻ ഷോവാൾട്ടർ. ഓക്കെ, now where does most of the action in the novel Bluest Eye take place? Where does most of the action in the novel Bluest Eye take place? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് അബൌട്ട് എ ലൊക്കേഷൻ അല്ലേ? ഒരു ലൊക്കേഷൻ. നമ്മളൊരു എന്താണ് വർക്ക് പഠിക്കുമ്പോൾ ഒരു ഫിക്ഷൻ വർക്ക്, പ്ലേ ആയിക്കോട്ടെ, ഷോർട്ട് സ്റ്റോറി ആയിക്കൊള്ളട്ടെ, നോവൽ ആയിക്കൊള്ളട്ടെ, കഥ പഠിക്കുമ്പോൾ ക്യാരക്ടേഴ്സ് പഠിക്കണം, ലൊക്കേഷൻ പഠിക്കണം എന്ന് പറഞ്ഞു. എവിടെ വെച്ചാണ് ബ്ലൂവെസ്റ്റ് ഐ എന്ന് പറയുന്ന നോവലിൻ്റെ കഥ നടക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ഓപ്ഷൻ ഡി, ലൊറൈൻ, ഒഹായോ അല്ലേ? ഒഹായോ അല്ലേ? It is a novel by Toni Morrison അല്ലേ? And what is the speciality of Ohio? ഒഹായോ എന്ന് പറയുന്ന ലൊക്കേഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു? ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ റേഷ്യൽ ഐഡൻറ്റിറ്റി, സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് ഫീച്ചേഴ്സ്, ഫാബ്രിക് എല്ലാം വീവ് ചെയ്യപ്പെടുന്നത് ഒരു ലൊക്കേഷൻ്റെ ഐഡൻറ്റിറ്റിയിലാണ്. അപ്പോൾ ഒരു വർക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ സോളിനെ ഡിഫൈൻ ചെയ്യുന്ന, അതിൻ്റെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടാണ് അതിൻ്റെ ലൊക്കേഷൻ. അതുകൊണ്ട് ലൊക്കേഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? ഉറപ്പായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ, സോ ബ്ലൂവെസ്റ്റ് ഐ ഏറ്റവും ദ മേജർ ലൊക്കേഷൻ ഇൻ വെയർ ദ ഇൻസിഡൻസ് ഓഫ് ദ ബ്ലൂവെസ്റ്റ് ഐ ടേക്ക് പ്ലേസ് ഇസ് ലൊറൈൻ, ഒഹായോ. ഓക്കെ, സോ that is how we should do our learning അല്ലെ? നമ്മളിങ്ങനെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ലേണിങ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ഹൗ വി ഷുഡ് സ്റ്റഡി ഓർ ഫോക്കസ് ഓൺ ദ ലിറ്റററി പീസസ് ബൈ ടേക്കിംഗ് നോട്ട് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. നമ്മൾ എപ്പോഴും ഈ ഫാക്ടേഴ്സ് മനസ്സിലാക്കി വെച്ചിട്ട് മാത്രമേ എക്സ്റ്റെൻഡഡ് റീഡിങ്ങിലേക്ക് പോകാവുള്ളൂ, എക്സ്ട്രാ ലേണിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. സീറോയിൽ നിന്ന് നമ്മളുടെ ബേസിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദീസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഈസ് ദിസ് കൈൻഡ് ഓഫ് സ്റ്റഡി. അപ്പോൾ വർക്കുകൾ എടുക്കുക, വർക്കുകളുടെ ഓതേഴ്സിനെ പഠിക്കുക, ക്യാരക്ടേഴ്സിനെ പഠിക്കുക, ബാക്ക്ഗ്രൗണ്ടിനെ പഠിക്കുക, സെറ്റിങ്ങിനെ പഠിക്കുക. ഇതിനെല്ലാം നമ്മൾ ഒരു
മാപ്ഡ് നോട്ട്സ് ആക്കി വെക്കുക. ഈ നോട്ട്സ് കൂടെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല. നിങ്ങൾ ക്യാരക്ടേഴ്സ് ഏത് വർക്കിൽ നിന്നാണെന്നുള്ളത് കൺഫ്യൂഷൻ വരില്ല. ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏത് ലൊക്കേഷനാണ്, എവിടാണ് ബാക്ക്ഗ്രൗണ്ട്, എന്താണ് തീം എന്നുള്ള കാര്യം, ഓതർ ആരാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് യു ലേൺ അക്കോർഡിംഗ് ടു ദീസ് blueprints. Okay. So it is with such a blueprint. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ലേണിങ്ങിലൂടെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലേണിങ്ങിനെ എക്സാമിലേക്ക് റെഡി ആക്കാൻ വേണ്ടിയിട്ടാണ് HSAയുടെ റാപ്പിഡ് ബാച്ച് എത്തുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ, ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് ഹോൾ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും സ്റ്റഡി പ്ലാനുകളും മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെയുള്ള മെൻറ്റർഷിപ്പും ലൈവ് ക്ലാസ്സുകളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ റാപ്പിഡ് ബാച്ച് റെഡി ആകുന്നത്. സോ ഇഫ് യു വാണ്ട് ടു മേക്ക് യുവർ പ്രിപ്പറേഷൻസ് ആൻഡ് യുവർ ടൈറ്റിൽ ഓഫ് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് faster than what is going on right now, make sure that you join the HSA rapid batch. കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് യുവർ സ്ലോട്ട്സ് ബിഫോർ ഇറ്റ്സ് ഫുൾ. നൗ മൂവിങ് ഓൺ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗെയിൻ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? അഗെയിൻ വി ആർ ഗോയിങ് ടു എ നോവൽ, അമേരിക്കൻ നോവൽ. ഹു ഈസ് സാന്റിയാഗോസ് ഹീറോ? സാന്റിയാഗോ ഏത് വർക്കിലുള്ള ആളാണ്? ഏതാണ്? ഹു ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ? ഇറ്റ് ഈസ് സാന്റിയാഗോ അല്ലേ? ഇറ്റ് ഈസ് ഏണസ്റ്റ് ഹെമിംഗ്വേയ്സ് ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്ന ക്യാരക്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആയിട്ടുള്ള മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ആളാണ് സാന്റിയാഗോ. സാന്റിയാഗോ ആൻഡ് മനോലിൻ അല്ലേ? സാന്റിയാഗോയുടെ ഹീറോ ആരാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ ചോദ്യം. ഹാരി ട്രൂമൻ, ഡിക് സിസ്ലർ, ഫിദൽ കാസ്ട്രോ, ജോ ഡിമാജിയോ. ഇറ്റ് ഈസ് none other than ഓപ്ഷൻ ഡി, ജോ ഡിമാജിയോ. അവിടെയും ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ക്യാരക്ടറിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ? ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഫ്രം എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ക്യാരക്ടറിൻ്റെ നേച്ചർ, ക്യാരക്ടറിൻ്റെ ഫീച്ചർ, ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് കണ്ടിട്ടുള്ളത് ആസ് ഫാർ ആസ് എ ക്യാരക്ടർ ഈസ് കൺസേൺഡ്. ഇവിടെയും സാന്റിയാഗോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അദ്ദേഹം അഡ്മയർ ചെയ്യുന്ന ഹീറോ ആരാണ് എന്ന് ഉള്ള ചോദ്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ജോ ഡിമാജിയോ അല്ലേ? ഹു ഈസ് ആൻ അമേരിക്കൻ ബേസ്ബോൾ പ്ലെയർ. എന്തുകൊണ്ട് ജോ ഡിമാജിയോ എന്ന് പറയുന്ന ക്യാരക്ടർ പ്ലേയിൽ വന്നു അല്ലെങ്കിൽ നോവലിൽ വന്നു? ഇറ്റ് ഈസ് ബിക്കോസ് ഹി റെപ്രസെൻറ്റ്സ് ദ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഷോൺ ബൈ സാന്റിയാഗോ. എത്ര സ്ട്രഗിൾസ് വന്നാലും ഹേർഡിൽസ് വന്നാലും ഹി മൂവ്സ് ഓൺ ഫോർവേഡ്. അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരുന്നു ജോ ഡിമാജിയോ അല്ലേ? ഹൗ ഹി പെർഫോംസ് വിത്ത് ഇഞ്ചുറീസ് ആൻഡ് ദ ട്രബിൾസ് ദാറ്റ് ഹി ഹാസ് ഫേസ്ഡ്. അങ്ങനെയുള്ള ഒരാളാവാനായിരുന്നു സാന്റിയാഗോയും ഇഷ്ടപ്പെട്ടിരുന്നത്. ദാറ്റ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ജോ ഡിമാജിയോ ആൻഡ് സാന്റിയാഗോ. അപ്പോൾ ക്യാരക്ടറിനെ നമ്മൾ പഠിക്കുമ്പോൾ അയാളുടെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള എലമെൻസും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുക കേട്ടോ. വിത്ത് ഹും ഡസ് നെപ്പോളിയൻ പ്ലേ കാർഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദ നോവൽ ആനിമൽ ഫാം? ആനിമൽ ഫാമിൽ നിന്നൊരു ചോദ്യം എങ്ങനെ പോയാലും ഷുവറാണ്. ഇറ്റ് ഇസ് absolutely fixed that you will receive a question about Animal Farm. കാരണം Animal Farm is a very important novel അല്ലേ? It is allegorical, it is modernist and it is something that is trivial about the world war, post world war time period. ജോർജ് ഓർവെൽ പോസ്റ്റ് വേൾഡ് വാർ യുറേഷ്യയെ പറ്റിയുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ടുള്ള റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്റ്റോപ്യൻ നോവൽ കൂടിയാണ് എന്ത്? ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം. ആനിമൽ അലിഗറി. ഇറ്റ് ഈസ് അതായത് അലിഗോറിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആണ്. സ്റ്റാലിൻ ആയിക്കൊള്ളട്ടെ, ഫ്രാൻസ് ആയിക്കൊള്ളട്ടെ, അമേരിക്ക ആയിക്കൊള്ളട്ടെ, ഹിറ്റ്ലർ ആയിക്കൊള്ളട്ടെ. ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ദ റഷ്യൻ ടോട്ടാലിറ്റേറിയനിസം വാസ് ക്വസ്റ്റ്യൻഡ് ബൈ ജോർജ് ഓർവെൽ. മിസ്റ്റർ ഫ്രെഡറിക് ഉണ്ട്, മിസ്റ്റർ പിൽക്കിങ്ടൺ ഉണ്ട്, മിസ്റ്റർ ജോൺസ് ഉണ്ട്, വിൽഷെയർ ഉണ്ട്. മിസ്റ്റർ ജോൺസ് ആദ്യം തന്നെയുള്ള എന്തിൻ്റെയാണ്? ഫാമിൻ്റെ ഓണറാണ്. പക്ഷേ അവസാനം ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ദാറ്റ് കോൾഡ് വാറിന് മുമ്പ് ഉള്ള ഒരു കാലഘട്ടത്തിനെയാണ് അവസാനം എന്ത് കാണിക്കുന്നത്? നമ്മളുടെ നെപ്പോളിയൻ ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റാലിൻ. കോൾഡ് വാറിന് തൊട്ട് മുമ്പുള്ള അമേരിക്കൻ ടെൻഷൻ കാണിക്കുന്ന സീനാണ് എന്ത്? അവസാനമുള്ള കാർഡ്സ് കളിക്കുന്ന സീൻ കാണിക്കുന്നത്. സോ ഹു ഈസ് വിത്ത് ഹും ഈസ് അവർ Napoleon playing cards with at the end of the novel? It is Mr.
Pilkington. അല്ലേ? It is Mr. Pilkington is a neighboring farmer. അല്ലേ? എങ്ങനെയാണ് ആനിമൽ ഫാമിൻ്റെ സ്റ്റോറി മുമ്പോട്ട് പോകുമ്പോൾ മാറുന്നത് എന്നുള്ളതിനെ കൂടെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന ഒരു സീനാണിത്. They were totally against human beings in the beginning or capitalist in the beginning. അവിടുന്ന് ശേഷം how the pigs become the capitalists of the area അല്ലെങ്കിൽ of the farm എന്നുള്ള നിലയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത്. How pigs at the end become man എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ബൈ ദി എൻഡ് പിൽക്കിങ്ടണുമായിട്ടുള്ള ഒരു ലീഷർ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാർഡ് ഗെയിമിലൂടെ represent ചെയ്ത് നിർത്തുന്നത്. So it is with Mr. Pilkington who does Mr. Pilkington represent in the novel? Please do comment in the textbook. Okay. What is the name of the village near Wuthering Heights? Again, a novel, Wuthering Heights, Victorian, Gothic. ഇവിടുത്തെ ചോദ്യങ്ങൾ എന്തിനെ പറ്റിയാണ്? സെറ്റിങ്ങിനെ പറ്റിയാണ്. നമുക്ക് 3 നോവൽ നമ്മളിതുവരെ സെറ്റിങ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു അല്ലേ? അപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച് വെക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ത്? ബാക്ക്ഗ്രൗണ്ട്, പ്ലോട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വുതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ഏരിയ എന്താണ് എക്സ്ക്ലൂഡഡ് ആയിട്ട് സെക്ലൂഡഡ് ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സ് ആണ് അതിന് ചുറ്റുമുള്ള ഏരിയാസ്. അതേപോലൊരു സ്ഥലം തന്നെയാണ് ഓപ്ഷൻ ബി ഗിമ്മേർട്ടൺ ആണ് കേട്ടോ റൈറ്റ് ആൻസർ. ഗിമ്മേർട്ടൺ ഈസ് ദ nearby village. It is frequently mentioned. Alle? It is where the church is located. It is where the secondary characters are located. Okay. So you should go through the location also. The essay on the rule of the road by A.G. Gardiner is taken from the anthology. See, നമ്മളിപ്പോൾ എസ്സേസിനെ പറ്റി പറയുമ്പോൾ പോയട്രിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം കൂടിയാണ് പോയട്രി കളക്ഷൻസ്. ഏത് കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള വർക്കാണ് ഇത് ആരുടെ കളക്ഷനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? വർക്ക് പഠിക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഓതറിനെ എഴുതി വെച്ചു, ക്യാരക്ടേഴ്സിനെ എഴുതി വെച്ചു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തീംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. വി ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ വാട്ട്? വി ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ the collection from which the title of the work comes or where it is placed. നമ്മൾ essay ആണെങ്കിലും poem ആണെങ്കിലും it will be a part of a collection അല്ലേ? most probably. So we should be able to identify the collection in which it is present, the work which we are studying is present. Okay, in which collection is the work on the rule of the road taken from by A.G. Gardiner? It is option B, Leaves in the Wind. Yes. Bacon says that to spend too much of time for studies is dash. Again coming to essay. നമ്മൾ essay പഠിക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? എസ്സേയുടെ ഓതർ, എസ്സേയുടെ കീ തീംസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള വർക്കുകളെ വിട്ടു പോകുമ്പോൾ ഒരു എസ്സേക്കകത്ത് ഉറപ്പായിട്ടും എന്തുണ്ടാവും? നമ്മൾ ഷൊവൽട്ടറിനെ പറ്റി ഡിസ്കസ് ചെയ്തു പറഞ്ഞു. There will be key arguments അല്ലേ? There will be some key arguments that are discussed in the novel. അങ്ങനെയുള്ളൊരു കീ ആർഗ്യുമെൻ്റ്, ഒരുപാടധികം കീ ആർഗ്യുമെൻറ്റ്സ് ഉള്ള ഒരു വർക്കാണ് ഓഫ് സ്റ്റഡീസ് ബൈ ഫ്രാൻസിസ് ബേക്കൺ. ബേക്കോണിയൻ എസ്സേയുടെ റൈറ്റിംഗ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ ബേക്കോണിയൻ സ്റ്റൈൽ നമ്മൾ പഠിക്കുന്നതാണ്, നമുക്കറിയാവുന്നതാണ്, ഡിസ്കസ്ഡ് ആണ് ദ ബേക്കോണിയൻ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് അല്ലേ? ബേക്കൺസ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എസ്സേസ്. അതിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും എന്താണ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു ഓതറിയൽ സ്റ്റൈലാണ് നമ്മുടെ ബേക്കൺ ഉള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ ബേക്കൺ എസ്സേസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ കോട്ട്സും മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. He says like this: to spend too much time in studies is loath, to use them too much for ornament is affectation, to make judgment wholly by the rules is the humor of a scholar. 3 types of readersനെ പറ്റിയാണ്, 3 types of readingനെ പറ്റിയാണ്, 3 type of people who flex their use their reading and their knowledge is discussed here through the statement. എന്താണ്? ഒരുപാട് സമയം വായിച്ചു കളയുന്നത് സ്ലോത്താണ്, മടിയാണ് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്കില്ലിനെ പുകഴ്ത്തി കാണിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അഫക്റ്റേഷൻ ആണെന്നാണ് പറയുന്നത്. നമ്മൾ വായിച്ചിട്ടുള്ള അറിവിൽ നിന്ന് വേറൊരാളെ ജഡ്ജ് ചെയ്യുന്നത്, ഒരാളെ അളക്കുന്നത് ഒരു സ്കോളറിൻ്റെ കഴിവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
This is an excerpt from the essay. Essay correct excerpt ആണ്. He made these three important statements by the beginning of the essay itself. ഒന്നും തന്നെ വെട്ടിക്കുറച്ച് കളയാൻ ഇല്ലാത്ത തരം എഴുത്താണ് ബേക്കന്റെ എസ്സേ സ്റ്റൈലിലുള്ളത്. അതുകൊണ്ട് തന്നെ ബേക്കന്റെ എസ്സേ എഴുതി വെക്കുമ്പോൾ അതുപോലെ തന്നെ എന്താ എഴുതി വെക്കുക, അദ്ദേഹത്തിന്റെ കീ ആർഗ്യുമെന്റ്സും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഓഫ് സ്റ്റഡീസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഇറ്റ് വിൽ ബി മോസ്റ്റ് പ്രോബബ്ലി ഫ്രം ദ പോയിന്റ്സ് ദാറ്റ് ആർ ഡിസ്കസ്ഡ് ഇൻസൈഡ് ദ എസ്സേ. വാട്ട് ഈസ് ഇറക്കാല? വാട്ട് ഈസ് ഇറക്കാല? ഇറക്കാല എന്ന് പറയുന്ന ടേം എവിടെയാണ് വരുന്നത്? ഇറക്കാല, വാട്ട് ഈസ് ഇറക്കാല? ഇറക്കാല, there is an Australian poem, അല്ലേ? There is an Australian poem which we have to study during the poetry session, അല്ലേ? പോയട്രിയുടെ മൊഡ്യൂളിൻ്റെ അകത്ത് നമുക്ക് ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ഓസ്ട്രേലിയൻ പോയം ഉണ്ട്. ഏതാണ് ആ പോയം എന്ന് പറയാവോ? And there is a certain line that mentions ഇറക്കാലാസ് in the poem. എസ്പെഷ്യലി നമ്മൾ പോസ്റ്റ് കൊളോണിയൽ പോയട്രി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾ ഹിസ്റ്റോറിക്കലി റിലവൻറ്റ്. നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റ് എങ്ങനെ പഠിക്കുന്നു അതുപോലെ തന്നെ വേണം നമ്മൾ പോസ്റ്റ് കൊളോണിയൽ പോയംസും പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാട്ട് ഷുഡ് വി ഡു? വി ഷുഡ് ഫോക്കസ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ വർക്ക്സ്. ഇപ്പോൾ ഇറക്കാല എന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയൻ ട്രൈബാണ്. ഏത് വർക്കാണ്, ഏത് പോയമാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പോം ആഫ്രിക്ക ഡേവിഡ് ഡിയോപ്പിൻ്റെതാണ്. ഓഡാണോ, ഡ്രമാറ്റിക് മോണലോഗ് ആണോ, സോണറ്റ് ആണോ, എലജി ആണോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം, അല്ലേ? ഡേവിഡ് ഡിയോപ്പ് ആണ്. ഹീസ് എ ഫ്രഞ്ച് റൈറ്റർ ഓഫ് ആഫ്രിക്കൻ ഒറിജിൻ. അപ്പോൾ ഓബ്വിയസ്ലി വാട്ട് ഈസ് ഇറ്റ്? ഇവിടെ നോക്കിയേ, ഓഡാണോ? ഓഡ് ഈസ് റിട്ടൺ ഓൺ സംതിങ്, എബൌട്ട് സംതിങ്, ഫോർ സംതിങ്, അല്ലേ? ഇറ്റ് ഈസ് റിട്ടൺ ഫോർ അമേരിക്ക, ഓൺ അമേരിക്ക, sorry, Africa? No. A dramatic monologue is the expression of one's own internal qualities without any specific mentioning of the listener. A sonnet is a 14-lined poem. Africa is not a 14-lined poem, but it is an elegy. What is it? Africa is mostly concerned or considered as an elegy. Why is it considered as an elegy? It is considered as an elegy because it laments on the condition of Africa. David Diop laments on the condition of current Africa and its greatness once it had, and the struggles it has went through, and it has discusses about what the future of Africa, where it will grow into a flourishing tree and spread shade for its people once again. So the answer is option D, an elegy. Okay, he mourns the condition of Africa there. The most important literary devices employed in the poem, "This is a photograph of me." This is a photograph of me is by Margaret Atwood. It is a very complicated poem which discusses about the fragmentation, loss of memory, loss of identity, about how a photograph hides the woman who is deeply sunken inside the lake while representing the landscape beauty of an area. അങ്ങനെ ഹിസ്റ്ററിയിൽ മറന്നു പോയിട്ടുള്ള, ഫ്രാഗ്മെന്റഡ് ആയിട്ട് പോയിട്ടുള്ള, മറന്നു പോയിട്ടുള്ള സ്ത്രീകളെ പറ്റി എഴുതിയിട്ടുള്ള വർക്കാണ് എന്ത് ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ. അവിടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളതാണ്, കണ്ടില്ലേ? അറ്റ് ഫസ്റ്റ് ഇറ്റ് സീം ടു ബി എ സ്മിയേർഡ് പ്രിന്റ്. കണ്ടോ? അറ്റ് ഫസ്റ്റ് ഇറ്റ് സീംസ് ടു ബി എ സ്മിയേർഡ് പ്രിന്റ് എന്നുള്ളത് ഒറ്റ സെന്റൻസ് ആണ്. ആ സെന്റൻസിനെ 3 ലൈനുകളായിട്ട് പങ്ക്ച്വേഷൻ ഇല്ലാതെ ബ്രേക്ക് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. വാട്ട് കൈൻഡ് ഓഫ് എ റൈറ്റിംഗ് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, എൻജാംമെന്റ്. നമുക്ക് അങ്ങനെയുള്ള മോഡേൺ റൈറ്റിംഗ്സിൽ, ഫ്രീ വേഴ്സിലുള്ള റൈറ്റിംഗ്സിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ലിറ്റററി സ്റ്റൈലും എന്താണ്? എൻജാംമെന്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് us to convey work or the ideas which is discussed by the author, which is conversational and not so conventional. So enjambment is the right answer. Some of the idioms of the poem Telephone Conversation point out the general geography of telephone conversation by who has written Telephone Conversation? Moscow, Washington, London, Paris. ഇതിൽ ഏത് സ്ഥലത്തിന്റെ ലൊക്കേഷനെയാണ് ടെലിഫോൺ കോൺവെർസേഷനിൽ പറഞ്ഞിട്ടുള്ളത്? It is Red Booth, Red Pillar Box, Red Double Tired Omnibus Quelching Tar എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ആ പോയത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്, അല്ലേ? എന്താണ്? റെഡ് ബൂത്ത്, റെഡ് പില്ലർ ബോക്സ്, റെഡ് ഡബിൾ
tiered omnibus squelching through the tar. It is about London. അല്ലേ? റെഡ് ടെലിഫോൺ ബോക്സുകളും റെഡ് ബൂത്തുകളും റെഡ് ഡബിൾ ഡക്കർ ബസ്സുകളും എല്ലാം ഉള്ളത് എവിടെയാണ്? ലണ്ടനിലാണ്. സോ ഇറ്റ് ഈസ് ദ geography of London that is repressed through idioms and phrases in the work. How many stanzas does the poem I Could Not Stop for Death? It is a famous poem by Emily Dickinson. അല്ലേ? It is a very short poem of 6 quatrains. അല്ലേ? Quatrains എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ലൈൻസ് ഉള്ള 6 സ്റ്റാൻസാസ് ആണ് എന്തിലുള്ളത്? എമിലി ഡിക്കിൻസന്റെ എന്തിലുള്ളത്? ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്തിലുള്ളത്. അല്ലേ? ഇപ്പോൾ നമ്മൾ പോയംസ് പഠിക്കുമ്പോൾ എന്നും കൂടെ ശ്രദ്ധിച്ചു വെക്കണം, പോയത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലൂടെ നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? ഹിയർ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ. റൈറ്റിംഗ് സ്റ്റൈല് പോസ്റ്റ് കൊളോണിയൽ പോയമാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ അകത്തുള്ള ടേമുകൾ, മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണെങ്കിൽ അതിനകത്തുള്ള മെറ്റാഫിസിക്കൽ കൺസീറ്റ്. ആൻഡ് മൂവിങ് ഫോർവേഡ് എന്താണ്? ദ ഡിഫറൻസിയേഷൻ ഓഫ് ദ സ്റ്റാൻസാസ്. ഏത് വേഴ്സിലാണ്, മീറ്റർ എന്താണ്, ആൻഡ് അഫ് കോഴ്സ് റൈം സ്കീം. സോണറ്റ്സ് ഒക്കെ വരുമ്പോൾ ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ഏതാണ്? എ ബി സി ഡി ഇ എഫ് ജി. അങ്ങനെയുള്ള ഷേക്സ്പിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈം സ്കീമുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? ഉറപ്പായിട്ടും ഓർമ്മിച്ച് വയ്ക്കണം. ഓക്കെ. ആൻഡ് ഹൗ മെനി സ്പീക്കേഴ്സ് ആർ ദെയർ ഇൻ ദ പോയം ഹോം ബറിയൽ? ഹോം ബറിയൽ എന്ന് പറയുന്ന പോയത്തിൽ എത്ര സ്പീക്കേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഹോം ബറിയൽ എന്ന് പറയുന്ന പോയം ആരെഴുതിയിട്ടുള്ളതാണ് ഹോം ബറിയൽ? വാട്ട് ഈസ് ദ തീം ഓഫ് ഹോം ബറിയൽ? ഹോം ബറിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള അയാളുടെ മരിച്ചുപോയ കുട്ടിയുടെ മുകളിലുള്ള ഒരു ഡയലോഗാണ് അബൌട്ട് ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് മോർണിംഗ് of the husband and wife and the domestic tensions which arise from the grief of their lost child. It is a dialogue. So there are only 2 speakers in the poem Home Burial. It is by Robert Frost. Okay. When was the poem Obituary published? In which year was the poem Obituary published? Obituary was a poem by Ramanujan. It was released in 1971 in his collection Relations. അല്ലേ? റിലേഷൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷനിലാണ് നമുക്ക് ഒബിച്വറി എന്ന് പറയുന്ന വർക്ക് കാണാൻ സാധിക്കുന്നത്. 1971 റിലീസ്ഡ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പാറ്റേണിലല്ലാത്ത ഒരു ചോദ്യം പോലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനില്ല. നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? വർക്ക്, ഓർഡർ, കളക്ഷന്, ബാക്ക്ഗ്രൗണ്ട്, ക്യാരക്ടേഴ്സ് എന്നുള്ള കാര്യങ്ങൾ എല്ലാത്തിലും ഫോക്കസ് ചെയ്യുക. പോയമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ റൈം സ്കീമിനെ പറ്റിയും അതേപോലെ തന്നെ എന്താണ് റൈം സ്കീമിനെ പറ്റിയും ലിറ്റററി സ്റ്റൈലിനെ പറ്റിയും സ്റ്റാൻഡേർഡ് എണ്ണത്തിനെ പറ്റിയും മീറ്ററിനെ പറ്റിയും എല്ലാം നമ്മൾ എന്ത് ചെയ്ത് വെച്ച് വെക്കുക? നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏരിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which is it? In which collection was Night of the Scorpion published? നിസീം എസക്കിയലിന്റെ പോയമായിട്ടുള്ള നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. അവിടെയും ചോദിച്ചിട്ടുള്ളത് എന്തിനെ പറ്റിയാണ്? About the collection from which the poem is taken. It is option B, the exact name. അല്ലേ? It is also the exact name is a 1965 poetry collection by Niseem Ezekiel from which is taken the Night of the Scorpion is taken. It is about the problematic nature of Indian literature which can't be given an exact name. The collection is titled after. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 60% ചോദ്യങ്ങളും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. HSA ചോദിക്കുന്ന അല്ലെങ്കിൽ എവിടെ നിന്നുള്ളതാണെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ലിറ്ററേച്ചറിൽ നിന്ന് ചോദിക്കുമ്പോൾ, എസ്പെഷ്യലി HSA പോലെ നമുക്കൊരു റിഫൈൻഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ, പ്രിപ്പറേഷൻ ഈ സ്റ്റൈലിലാക്കി കഴിഞ്ഞാൽ കുറേ അധികം മെമ്മറൈസ് ചെയ്യാൻ പറ്റും, മറക്കാതിരിക്കാൻ സാധിക്കും, പിൻ പോയിന്റ് ചെയ്യാൻ സാധിക്കും. ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു എന്താണ് തയ്യാറെടുപ്പുമായിട്ട് നമ്മൾ എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കീപ് ദീസ് പോയിന്റ്സ് ഇൻ മൈൻഡ്സ് വൈൽ പ്രിപ്പയറിംഗ് നോട്ട്സ്. ദ ഓർഡർ ഓഫ് വർക്ക്, ഓർഡർ, ബാക്ക്ഗ്രൗണ്ട്, കളക്ഷൻ, ക്യാരക്ടർ, തീം, സെറ്റിങ്, ക്യാരക്ടറിൻ്റെ സെറ്റിങ്, കണക്ഷൻസ്, ബാക്ക്ഗ്രൗണ്ട്,
അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ക്വാട്ട്സ്, ഇമ്പോർട്ടൻ്റ് ലൈൻസ്, പോയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പോയറ്റിക് ഡിവൈസസ്, ബാക്ക്ഗ്രൗണ്ട് കളക്ഷൻ എല്ലാം തന്നെ. ഐ ഹോപ്പ് ദ സെഷൻ വാസ് വെരി യൂസ്ഫുൾ ഫോർ യു. The session will continue. Vidya Miss will join you very soon. Until we meet again, it's me Alvin signing off. Thank you. Hello, good evening all. Hello all, good evening. Am I audible to all of you? Am I audible? Good evening. Good evening. Okay. So I am Dr. Vidya Vijayan. I am here to present you the topic Zero to Hero. Actually, we are focusing on some of the important questions based on HSA English previous year question paper. Okay. Are you ready? Good evening. Good evening, Sharon. Good evening. So let's start our program, right? So here comes your first question. We can start from simple questions. Okay, actually you can treat it as a kind of revision. Okay, there is no need to explain each and every question to you, because I hope vacation batch and all the regular batch students have covered almost all the portions till now, right? So now you can just go through all these questions as revision, and for the new batch students, you can also join with us and you can answer all the questions if you know. Otherwise, you can mark your guessworks there. Okay. Shall we start? I think you people are very silent, right? Oh, you are tired after Alfinsa's session. So let's move through the first question. What are the last 6 lines of a sonnet called? Option A, saftet. Option B, cessnet. Option C, sat. And option D, sestet. Which is the right answer? So can you guess?
Which is the right answer? Option D. Yeah, exactly. Sestet is the right answer. And we know what is sonnet. Okay, it is a 14-lined poem. It is a 14-line poem, and there are two types of sonnets. What are they? Shakespearean sonnet is there and Petrarchan sonnet is there, right? And Petrarchan sonnet is also known as Italian sonnet. Okay, and in Petrarchan sonnet, as you all know, it also consists of 14 lines. Okay, and the 14 lines can be divided into two parts. What are the two parts? Octave and sestet. Okay, octave and sestet. So the question is, what are the last 6 lines of a sonnet called? Then the correct answer is sestet. The last 6 lines of a sonnet is called sestet. And one more point, sonnet is actually taken from the word sonetto, which means little sound. Okay, which means little sound. Is that clear? And here comes our next sonnet, that is Shakespearean sonnet. And how can we define Shakespearean sonnet? 4 quatrains or 3 quatrains? What is the right answer? 4 quatrains or 3 quatrains followed by a couplet? Which is the right answer? 3 quatrains followed by couplet. Couplet means 2 lines. A, B. അപ്പോൾ നമ്മുടെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആ ഒരു സെഷനിൽ ആൽഫിൻ സാർ കൃത്യമായിട്ട് നിങ്ങളോട് റൈം സ്കീമും പറഞ്ഞു and the concluding coupletനെ പറ്റിയും ഇൻഫോം ചെയ്തു. Okay. So this is the answer for the first question, and remember all these things. Sonnet means 14-line poem. It comes from the word sonetto, which means little sound, and the Italian sonnet is there, which is also known as Petrarchan sonnet, and Shakespearean sonnet is there. Petrarchan sonnets can be divided into octave and sestet, and sestet is the last 6 lines of a sonnet. Clear? So let's move on to the next question. Here comes another important writer, that is Alfred Lord Tennyson. And this is the question. Alfred Lord Tennyson's Ulysses, the most important work written by Tennyson, was first published in 1842. Okay, that's also an information, so note it there. Ulysses was first published in 1842 in the 2-volume collection called, ഏതാണ് ഇതിലെ റൈറ്റ് ആൻസർ ഏതാണ്? In the in the 2-volume collection called, the right answer is poems. Okay, the right answer is poems. And Tennyson Victorian writer ആണ്, and another important work written by him is In Memoriam AHH, അല്ലേ, and that's an elegy, and Ulysses is a dramatic monologue. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇതെല്ലാം വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സുകളുമാണ്. Okay, noted. So ഇതാണ് നമ്മുടെ second question. So let's move on to the third question. Which of the following is noted for its metaphysical wit? Okay, metaphysical wit means metaphysical writers ആയിരിക്കാം, of course, അല്ലേ? Metaphysical wit എന്ന് പറയുന്ന point തന്നെ, that is associated with metaphysical writers or metaphysical poets. And അങ്ങനെ പറയുമ്പോൾ who are the very famous metaphysical writers? John Donne is there, Henry Vaughan is there. So among these following options, which is the very famous work written by a very famous metaphysical writer? Of course, the answer is, okay, I hope all, okay, option C. Okay, and option B is there, option C is there. So Sharon, the right answer is, of course, valediction forbidding mourning. Valediction forbidding mourning. And who is the author of valediction forbidding mourning? Who is the author of valediction forbidding mourning? It is written by John Donne. John Donne. John Donne in the വളരെ famous poems. First one is valediction forbidding mourning, and the second work is canonization. Canonization. Okay, canonization, where he brings out the comparison of lovers with combus and all, the 2 points of combus and all, right? Okay. Now is it okay, Sophie? Sound കുറവാണെന്നൊരു കാര്യം പറഞ്ഞു. Now is it okay? Okay. So and John Donne
and canonization, valediction, forbidding, mourning. So metaphysical writers are always famous for metaphysical conceits. What do you mean by metaphysical conceits? And they always bring out far-fetched imageries and all, and there we can see extended comparisons, right? Extended metaphors are there. So these are the features of metaphysical writers, especially the term we use to address them, or the characteristic feature that separates from others is metaphysical conceit. Okay, metaphysical conceit. Okay, then let's move on to the next question. My Last Duchess is written in. My Last Duchess is actually a dramatic monologue. My Last Duchess is actually a dramatic monologue. And who is the author of My Last Duchess? My Last Duchess is written by Robert Browning, who is very much famous for writing monologues. Robert Browning. Okay, Robert Browning. Okay, and option A, My Last Duchess is written in pentameter couplets, hexameter triplets, tetrameter couplets and dactylic hexameter couplets. So it's very difficult to remember all these things and their definition. So in this, when you face with these kind of questions, just go through the correct answer. Okay, otherwise it will make you confused. Okay, so the right one is pentameter couplets. My Last Duchess, which is a very famous dramatic monologue written by Robert Browning, and it is written in pentameter couplets. Okay, it is written in pentameter couplets. Okay, noted. So this is the last question that we discussed. Then we can move on to the next question. Okay, നമുക്കൊരു ഡിലേ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആൻസേഴ്സ് മാർക്ക് ചെയ്തോളുക. നമ്മളിവിടെ കറക്റ്റ് ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, then the tragedian mentioned in Dover Beach is option A, Shakespeare, option B, Achilles, option C, Sophocles, and option D, Euripides. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? The tragedian mentioned in Dover Beach. First of all, you have to tell me who is the author of Dover Beach. Who is the author of Dover Beach? Option C, Sophocles. Oh, here you okay, you tell me the right answer. Anyway, before moving on to the right answer, you have to tell me, see, നമ്മൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളതിലുപരി what all questions can be attained from one single question, or എത്രത്തോളം ക്വസ്റ്റ്യൻസും ഇൻഫർമേഷനും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു, എന്താ അത് really matters, right? Okay, so the tragedian mentioned in Dover Beach. Dover Beach is written by, who is the author of Dover Beach? Who is the author of Dover Beach? Matthew Arnold, right? Okay, and the tragedian mentioned is Sophocles. And do you remember the line that Arnold mentioned there? Sophocles long ago, right? Sophocles long ago. And there is one more statement which is very important, that is, let us to be true to one another, right? Let us to be true to one another. Sophie paranjirunnu alle. Okay, then okay, Sophocles is the right answer. Dover Beach is written by Matthew Arnold, and actually this Dover Beach actually depicts the Victorian predicament, the conflict between religion and faith. Okay, all these topics come under this single poem, Dover Beach. And he is actually here the poet or the speaker is actually talking to his wife and saying that what does he say? He says, let us true to be one another. Okay, noted. Then let's move on. So the right answer is Sophocles. Sophocles long ago, and the next line is, let us true to be one another. Remember these two lines, and these two lines are taken from Dover Beach. Okay, then let's move on to Matthew Arnold. പറയുമ്പം നമ്മുടെ സാറ് കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞു ടച്ച് ഓൺ മെത്തേഡിനെ പറ്റിയും, അതുപോലെ തയേഴ്സിസ് അദ്ദേഹത്തിൻ്റെ ഫേമസ് എലിജിയാണ്, അതുപോലെ തന്നെ കൾച്ചർ ആൻഡ് അനാർക്കി എന്നുള്ള ക്രിട്ടിക്കൽ വർക്ക് അല്ലേ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ക്രിട്ടിക്കൽ വർക്ക്സുകളും പ്ലസ് എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, അദ്ദേഹം ഒരുപാട് പോയട്രി ഇൻ ദ ഫോം ഓഫ് അല്ലേ എന്താണ് എല്ലാം വിക്ടോറിയൻ പ്രെഡിക്കമെൻ്റ് ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരുപാട് പോയംസ് അദ്ദേഹം നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. So let's go through the next question. The churchyard in Gray's Elegy is said to be option A, Stony Royd, option B, Sheffield Porges, and Southampton Stock Porges. Which is the right answer?
So Thomas Gray, again we can treat him as the forerunner of romantic age അല്ലേ, അതായത് റൊമാൻറ്റിക് ഏജിൻ്റെ forerunner എന്ന് പറയാൻ പറ്റുന്ന ഒരു റൈറ്റർ ആണ് തോമസ് ഗ്രേ. And he is very much famous for his work, which is the very famous work written by Thomas Gray, Elegy written in a country churchyard. Is it an elegy? എന്താണ്, elegy ആണോ? അതെ, definitely elegy written in a country churchyard. Actually he is lamenting over the death of his friend Richard West. Okay, Richard West. Richard West. He is remembering his memories with Richard West. And now the answer is stock porges. I think all of you said the right answer. So the right one is stock porges, and the churchyard in Gray's elegy is stock porges. Okay, noted. And one more point is there. Thomas Gray poലുള്ള writers are belong to the group of what category? He belonged to the group of graveyard poets, right? He belonged to the group of graveyard poets. Graveyard poets. അതും നമുക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, graveyard poets. Okay, clear? Okay, then let's move on to the next question. The phrase chorus hymnal in the poem to skylark denotes option A wedding song, option B morning tune, option C empathetic strain, and option D cradle piece. Okay, so you have to go through this phrase, and it is from Ode to Skylark, and Ode to Skylark is written by, who is the author of Ode to Skylark? Who is the author of Ode to Skylark? Who author of Ode to Skylark? Skylark is written by Skylark is written by, tell me the right answer. Okay, Skylark is written by, I expect your answers. All of you know. It's a very famous work. That's why I am waiting for your answers. Skylark is written by Shelley, exactly. And there is one more ode written by Shelley, that is Ode to Westwind. Ode to Westwind and Ode to Skylark. And he says that humanity can attain happiness. They can't attain. They can't. Okay, John Keats പറയല്ലേ, not ഒരുപാട് ഓഡ്സ് എഴുതിയിട്ടുണ്ടെങ്കിലും these two odes, Ode to Skylark and Ode to Westwind, are written by P.B. Shelley. Okay, and then my point is, okay, we are talking about Skylark. Okay, the theme of Skylark, എന്താണ് theme of Skylark? Humanity can't never attain pure happiness. If they want to experience pure happiness, definitely they need to listen to Skylark's song. Okay, appo adana he is actually communicating the power of song, the power of nature. He is actually communicating that theme through his work Skylark. So this phrase actually means wedding song or marriage song, both. Instead of wedding song, if we see marriage song, definitely we can go for that option also. That is also the right one. Okay, clear? Okay, then let's move on to the next question. Okay, here there is a grammatical mistake. It is, sorry, typographical error. Okay, typographical error is there. So it is Wolsoinga. Okay, and the spelling is W-O-L-E. Wolsoinga's telephone conversation satirizes the dash aspect of racism. Option A, inspiring. Option B, ennobling. Option C, exalting. And option D, dehumanizing. Again, Wolsoinga, and definitely you know him. Wolsoinga is a very famous African writer, right? Wolsoinga, and he is the first African to win Nobel Prize in Literature. He is the first African to win Nobel Prize in Literature. And one more point, telephone conversation is actually നമുക്കറിയാം ആഫ്രിക്ക അല്ലെങ്കിൽ ആഫ്രിക്കൻ തീംസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവർ എക്സ്പീരിയൻസ് ചെയ്ത they were often treated as എന്താണ് എല്ലാ തരത്തിലും ഒരു ഡീഹ്യൂമനൈസിങ് ആറ്റിറ്റ്യൂഡ് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആൻഡ് സംടൈംസ് ദേ ആർ ട്രീറ്റഡ് ആസ് നിഗേഴ്സ്, നമ്മളറിയാം ദേ ആർ കോൾഡ് ആസ് നിഗേഴ്സ്, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നീഗ്രോസ്. ആൻഡ് സോ
Volsoinga's telephone conversation satirizes which aspect? Definitely option D, dehumanizing. Dehumanizing aspect. Sir, ipo ningalodu paranju alle everything red booth, red pillow, idakke adile endana important aayittulla color aanu. Adupole thanne ee oru conversation start cheyyumba thanne she is actually there are two speakers and she is actually speaking about the, or she makes a contemptuous attitude towards black people. That is evident in the beginning of the poem itself, right? So that is the right answer. Okay, then let's move on to the next important question. Emily Dickinson's poem Because I Could Not Stop for Death was first published under the title. Emily Dickinson, she is a confessional poet, alle almost ഒരുപാട് confessional poets ഉണ്ട്. In Malayalam literature we have Kamala Das is there, or Madhavi Kuti, and Emily Dickinson is a confessional poet, and you people are aware of many other confessional poets. So there we can treat their poetry as confessions, right? Their own confessions. Okay, and Emily Dickinson, Because I Could Not Stop for Death was first published under the title The Chariot. Okay, under the title The Chariot. Okay, appam idum valare important aayittulla oru question aanu, and her poems are actually famous for the theme of death, alle ellam namukariya. I felt a funeral in my എന്താണ് I felt a funeral, I felt a pain in my funeral, right? Exactly, I didn't remember the title anyway. I felt a funeral in my mind or something like that. Please check it there, and if you know the answer, please write it there. Okay, so the Chariot is the right answer. So let's go through the next question. Which of the following is not deemed a source of Shakespeare's Macbeth? Okay, അത് വീണ്ടും നമ്മൾ അറിയാം, ഷേക്സ്പിയർ എന്നുള്ള ഒരു ലെജൻഡറി ഹീറോ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് സിൽവിയ പ്ലാത്ത് ഈസ് ഓഫ് കോഴ്സ് എ കൺഫെഷണൽ പോയറ്റ്, ആൻഡ് ഡാഡി ഈസ് ഹർ ഫേമസ് പോയം, ആൻഡ് ദാറ്റ് നിങ്ങളുടെ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഡാഡി. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡീംഡ് ആസ് സോഴ്സ് ഓഫ് ഷേക്സ്പിയേഴ്സ് മാക്ബെത്ത്? സോ നൗ വി ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ഷേക്സ്പിയർ. Okay, so Shakespeare is very much famous for his dramas, right? So especially his tragedies, and there are four important tragedies are there. Four important tragedies: Macbeth, Hamlet, King Lear, and Othello. And we know that എല്ലാത്തിനും കൃത്യമായിട്ടുള്ള സോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ why do we call him as a universal hero? Because it has a value of its own, and it is universal, means the hero is universal, the theme is universal, and everything is universal, right? And it has still its own significance in this present world too. So which of the following is not, listen, winners എന്നുള്ള ഒരു പേരിൽ ആരാണോ എന്തോ, please listen to the question. Which of the following is not deemed a source of Shakespeare's Macbeth എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം Macbeth എന്നുള്ള ഒരു ക്യാരക്ടർ നമുക്കറിയാം, fair is foul, foul is fair. That drama actually begins with the line fair is foul and foul is fair, അല്ലേ? And the witches scene is there, cauldron scene is there, and sleepwalking scene is there. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, and it consists of 7 soliloquies, and 2 soliloquies are delivered by Lady Macbeth, and 5 soliloquies are delivered by Macbeth. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ Macbeth എന്താണ്, അതിൻ്റെ ട്രാജിക് ഫ്ലോ അല്ലെങ്കിൽ ഹമേഷ്യ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ഓവർ അംബീഷ്യസ് ആണ്, അല്ലേ? ഓക്കെ, ഇനി അതുപോലെ തന്നെ മക്ബത്തിലെ ലൈനും നമ്മൾ പറയാറുണ്ട്, എന്താ, ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ കനോട്ട് സ്വീറ്റൻ മൈ ഹാൻഡ്. എക്സാക്ട്ലി ആ ലൈൻ അല്ല, എനിവേ ദാറ്റ് കൺവേസ് ദ മീനിങ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി പറയുക, ഈസ് ഇറ്റ് ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾസ്? സോഴ്സ് അല്ലാത്തത് ആണ് ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾസ്, Scottish Demonology by Saxo Grammaticus, Reginald Scott's Discovery of Witchcraft, and Demonology by King James. Okay, അപ്പം ഇതിൽ അല്ലാത്തത് ഏതായാലും ഉറപ്പായിട്ടും ഹോളിൻഷെഡ് ക്രോണിക്കിൾ ഈസ് ദ സോഴ്സ് ഓഫ്, ഈസ് വൺ ഓഫ് ദ സോഴ്സസ് ഓഫ് Macbeth. Okay, then go through, anybody knows the answer? Okay, somebody said it is option D, right? So the right answer is Scottish Demonology by Saxo Grammaticus.
ഇത് മാത്രം എന്താണ് ഷേക്സ്പീരിയൻ സോഴ്സ്, ഷേക്സ്പീരിയൻ വർക്ക് മാക്ബത്തിന്റെ സോഴ്സ് അല്ല. ബാക്കി എല്ലാം തന്നെ, അതായത് ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾ, റെജിനാൾഡ് സ്കോൾസ് ഡിസ്കവറി ഓഫ് വിഷ് ക്രാഫ്റ്റ് ആൻഡ് ഡെമനോളജി ബൈ കിങ് ജെയിംസ്, ഇതിൽ നിന്നെല്ലാം അദ്ദേഹം ഓരോ എപ്പിസോഡ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ സോഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, നോട്ടഡ്. ഇപ്പൊ ആരാണ് ആൻസർ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നോട്ടഡ്. ഓക്കെ, ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു നെയിം ആയതുകൊണ്ട് തന്നെ ഐ നോ യു വിൽ ടേക്ക് ടൈം ടു റൈറ്റ് ഇറ്റ്. പ്ലീസ് റൈറ്റ് ഇറ്റ്. ഓക്കെ, ദെൻ ഇസ് ഇറ്റ് ഓവർ? Scottish terminology by Saxo Grammaticus. Okay, then let's move through the next question. At the end of the importance of being honest, it is revealed that Jack is Lady Bracknell's. Again, one of the most important drama that you have to study in the syllabus is the importance of being honest. And who is the author of importance of being honest? Of course, as since I told you in your previous session, that is, it is written by Oscar Wilde, right? Oscar Wilde is the author of importance of being honest. Okay, then it always has a subtitle of its own. What is the subtitle of importance of being honest? A trivial comedy for serious people. A trivial comedy for serious people. A trivial comedy for serious people. ഏണസ്റ്റ് എന്നുള്ള ക്യാരക്ടറിനെ പറ്റിയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിനെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കഴിഞ്ഞ സെഷനിലും കിട്ടുന്നുണ്ട്. പ്ലസ് ഇത് നിങ്ങൾക്കെല്ലാം അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ആൻഡ് വൺ മോർ തിങ്, ഓസ്കാർ വൈൽഡ് ആസ് എ റൈറ്റർ വി ക്യാൻ കാറ്റഗറൈസ് ഹിം ഇൻ ടു ദ ഗ്രൂപ്പ് കോൾഡ് കോമഡി ഓഫ് മാനേഴ്സ്. ഓക്കെ, ഹി ഈസ് ഫേമസ് ഫോർ റൈറ്റിംഗ് ദ കോമഡി ഓഫ് മാനേഴ്സ്, ജസ്റ്റ് ലൈക്ക് റെസ്റ്റോറേഷൻ കോമഡി. അപ്പം എന്താണ്, വേ ഓഫ് ദ വേൾഡ് എഴുതിയിട്ടുള്ള വില്യം കോൺഗ്രേവ് പ്ലസ് നമ്മുടെ ഓസ്കാർ വൈൽഡ്, അതുപോലെ തന്നെ റിച്ചാർഡ് ബി ഷെറിഡൻ, ഇവരെയൊക്കെ നമുക്ക് കോമഡി ഓഫ് മാനേഴ്സ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം. കാൺ സി പ്ലീസ് യൂസ് അനദർ കളർ. ഓക്കെ, ഓക്കെ. ഓക്കെ, now is it I'll tell you once again. If it is not visible to you, I'll read the name once again. A trivial comedy for serious people. A trivial comedy for serious people. Okay, next slide onwards I will use another color. Okay, so we have to go through the answer, right? At the end of the importance of being honest, it is revealed that Jack is Lady Bracknell's nephew. Okay, Lady Bracknell's nephew. I think Sophia, Sharon and almost all of you said the right answer. So the right one is option C, nephew. Okay. Okay, then we are again coming back to another important work, Nora. Nora's forgery and secret debt are to be taken as acts of. Nora എന്നുള്ളത് ഏത് വർക്കിലെ ക്യാരക്ടറാണ്? നോറ എന്നുള്ളത് ഏത് വർക്കിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്? ടെൽ മീ. എ ഡോൾസ് ഹൗസ്, റൈറ്റ്? നോറ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് എ ഡോൾസ് ഹൗസ്. നോറ ഹേമർ, റൈറ്റ്? എ ഡോൾസ് ഹൗസ്. And who is the author of the work Doll's House? Who is the author of Doll's House? You have to comment it there, okay, because you know the answer. That's why I'm waiting for your answers. Okay, Nora's forgery and secret debt are to be taken as acts of. Option A, great selflessness. Option B, pure greed. Okay, option C, financial imprudence. And option D, absolute vanity. Exactly, Ibsen is the author of Doll's House. Ibsen and Bernard Shaw രണ്ടുപേരും എന്താണ്, contemporary ആ ടൈമിലെ റൈറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ മോഡേൺ ഡ്രാമാസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസും കോൺട്രിബ്യൂഷനും കൊടുത്ത റൈറ്റേഴ്സ് ആണ് ഇബ്സനും ബെർണാഡ് ഷോയും ഒക്കെ. ഓക്കെ, sorry, then the correct answer is option C, financial imprudence. Nora's forgery and secret debt are to be taken as acts of financial imprudence. Okay, Henrik Ibsen, exactly, Henrik Ibsen. So that is the right answer. Okay, noted.
Okay, then let's move on to the next question. In English, Waiting for Godot is subtitled. In English, Waiting for Godot, again the absurd drama. And who is the author of absurd drama? Absurd drama, Waiting for Godot, Samuel Beckett. Okay, and when we went through this particular author and the work, definitely I told you he also won Nobel Prize for Literature. Now you have to comment the year in which he won Nobel Prize for Literature. I expect your answers, and it is 19 dash. You have to find out the answer. Okay, now our question is, Waiting for Godot is subtitled. Option A, tragic comedy in 2 acts, 2 acts and a requiem, The Lonely Pair, and option D, a silent tale in 2 acts. All of you know the answer, right? So, a tragic comedy in 2 acts. A tragic comedy in 2 acts. So, Waiting for Godot, it's an example for absurd drama, and they are waiting actually for Godot, and Godot can be anyone, especially we treat them as God, right? Him as God. Okay, and who are the important characters there? Vladimir, Estrogen, Pozo, Lucky. Okay, these are the important characters in Waiting for Godot. And anyway, you haven't told me the right answer. Samuel Beckett won Nobel Prize for Literature in the year 19. Again, I will say one more number. You have to find it correctly. Okay, so let's move on to the next question. I hope someone 1969. Anyway, you have to check it once more and tell me the right answer. 1969, is it the right answer? Okay, നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ എപ്പോഴൊക്കെയോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, ഇനി 1969 ആണ് ആരോ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഐ വിൽ അക്സെപ്റ്റ് ദ റൈറ്റ് ആൻസർ. So that is 1925, definitely not. It is Bernard Shaw who won Nobel Prize in the year 1925. And once again, please check it. Okay, Samuel Beckett won Nobel Prize in the year. Okay, you have to check it once again. So let's go through the next question. So, 1925 is very much correct. George Bernard Shaw won Nobel Prize in the year 1925, and who is very much famous for the works like Man and the Superman, Arms and the Man, Pygmalion. അതൊക്കെ അദ്ദേഹത്തിൻ്റെ classic വർക്കുകളാണ് അല്ലേ? Okay, and our question is, George Bernard Shaw claimed that his character Professor Henry Higgins was modeled on Henry Swenson, Henry Sweet, Henry Hudson and Henry Stevens. Which is the right answer? Vladimir Estrogen ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നേക്കാണ്. So tell me the right answer. Henry Sweet. Okay, Henry Higgins was modeled on Henry Sweet. അപ്പം അവിടെ ആ ഒരു പേരുകൾ തമ്മിലുള്ള ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. എല്ലാത്തിലും ഹെൻറി ഉണ്ട്. എനിവേ, ഹെൻറി സ്വീറ്റ്, റിമെമ്പർ ഹെൻറി സ്വീറ്റ് ഫോർ ഹെൻറി ഹിഗിൻസ്. ഓക്കെ, നോട്ടഡ്. Okay, then let's move on to the next question. Okay, here comes your next question. Dash is composed in the Hiberno-English dialect of the Aran Island. Aran Island നമ്മുടെ സെറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ഫേമസ് വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സിലബസിലുണ്ട്. അത് ഏതാണ്? ആൻഡ് ഐ വിൽ ഗിവ് യു എ ഹിന്റ്. ഹി ഈസ് ദ ഓഥർ, J.M. Sinch. He is the author and he is an Irish author, right? And Dash is composed in Hiberno-English dialect of the Aran Islands. ആരാണ് ഇതിൽ ഏത് വർക്കിൻ്റെ ഓഥറാണ്? J.M. Sinch. ആ ഒരു ക്ലൂ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് നോട്ട് ഒബിച്ചറി ഇതിലാണോ സോഫിയ പറഞ്ഞേക്കുന്നത്? യാ, എക്സാക്ട്ലി, റൈഡേഴ്സ് ടു ദ സീ. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. റൈഡേഴ്സ് ടു ദ സീ. ആൻഡ് ഹു ഈസ് ദ ഓഥർ? J.M. Sinch. Okay, J.M. Sinch. Okay, and the setting of that story is Aran Islands. Okay, Aran Islands. Okay, noted. Irish writer ആണെന്നുള്ള പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, then let's move on. Let's move through the next question. Okay, here comes the next question. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. The Death of a Salesman. Who is the author of Death of a Salesman? Definitely the American novelist or American writer Arthur Miller.
Arthur Miller. Arthur Miller is the author of Death of a Salesman, and this particular work is actually dealing with the theme of Waiting for Godot 1953. Waiting for Godot year of publication aano paranjathu ado Nobel Prize win cheyda year aano paranjathu. It is published in 1952 and he won Nobel Prize in the year 1953, right? But രണ്ട് answers ഇവിടെ വന്നിട്ടുണ്ട്. Anyway, you have to check it, 1953 or 1969. And finally, before when we wind up the class, you have to tell me before winding up the class, you have to tell me the right answer. Okay, before we winding up the class, you have to tell me and you have to fix the right answer, whether it is 1953 or 1969. Okay, and I need a clarification in that. Okay, then let's go through the work. Arthur Miller, exactly. The Death of a Salesman is written by Arthur Miller. He is an American writer and it deals with the theme of American dream. Okay, and everyone deserves to be a millionaire. 1969 aano. Anyway, please check it once again. Okay, and before winding up the class, I need your answer. Okay, you can check. You can have enough time. You can take enough time and check it and then tell me the right answer. Okay, and the major theme is American dream. Appo idile correct answer endana? Option B, the absolute hollowness, because Arthur Miller la nammade aarana, who is the hero of that work? Willie Loman, right? Willie Loman is the hero of Arthur Miller's Death of a Salesman, right? Death of a Salesman. And appo അദ്ദേഹം എന്താണ്? He is always after the American dream. That means he wants to be a millionaire in his life, but he doesn't become a millionaire. And the tragedy that happens to him is it's very pathetic, right? So the absolute hollowness, it's primarily about the absolute hollowness of American dream. അതുപോലെ തന്നെ നമ്മൾ ആർതർ മില്ലർ പറയുമ്പോൾ we have to mention two other important American contemporary writers, Tennessee Williams and Eugene O'Neill. Tennessee Williams and Eugene O'Neill. Okay, and അദ്ദേഹത്തിന്റെ contemporary writers ആണ്, and they are also very much famous for their contribution to American literature. Okay, ഇത്രയും നോട്ട് ചെയ്തല്ലോ. Absolute hollowness of the American dream. Okay, noted. And അദ്ദേഹത്തിന്റെ contemporary writers, Tennessee Williams, who wrote the work Glass Menagerie, and one more author is there, Eugene O'Neill, and he is famous for Comment the Name of the Work, written by Eugene O'Neill. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഓഫ് കോഴ്സ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. Now it's your task to find out the answer for the question that I have asked. Okay, then next one. The school for scandal is often praised as a great example of option A, the domestic play, option B, the musical theatre, option C, comedy of manners, and option D, the comedy of mystery. Okay, who is the author of the School for Scandal? Who is the author of School for Scandal? കോമഡി ഓഫ് മാനേഴ്സ് ആണെന്ന് അറിയാം. ഞാൻ ഓസ്കർ വൈൽഡ് റെഫർ ചെയ്തപ്പോഴും വേ ഓഫ് ദ വേൾഡിൻ്റെ വില്യം കോൺക്രേവിനെ ഡിസ്കസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു കോമഡി ഓഫ് മാനേഴ്സിൽ റിച്ചാർഡ് ബി ഷെറിഡൻ ഈസ് ദെയർ, റൈറ്റ്? സോ സ്കൂൾ ഫോർ സ്കാൻഡൽ, ഹു ഈസ് ദ ഓഥർ ഓഫ് സ്കൂൾ ഫോർ സ്കാൻഡൽ? Who is the author of School for Scandal? Richard B. Sheridan, exactly. So that is the right answer, and he belonged to the group of comedy of manners. Okay, he belonged to the group of comedy of manners, exactly. Okay, then let's move on to the next question. Dash is a refined version of author's own short story called The Gentleman Caller. The Gentleman Caller. Okay, Dash is a refined version of author's own short story. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന authors ഒക്കെ ആരാണ്? Caretaker, I didn't remember. I think Bluest Eye is by Toni Morrison, right? And Glass Menagerie is written by Tennessee Williams, and The God of Small Things is written by Arundhati Roy, who won Booker Prize for that particular work. Okay, then tell me the right answer. The Gentleman Caller is
The Glass Menagerie, which is written by Tennessee Williams, right? And he is also the author of A Streetcar Named Desire. And The Glass Menagerie is a refined version of author's own short story called The Gentleman Caller. Okay, The Gentleman Caller. ഒരാൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആളാണ് നമ്മളോട് 1969 ആണെന്ന് പറഞ്ഞത്. ഓഫ് കോഴ്സ് അപ്പോൾ അതൊരു റൈറ്റ് ആൻസർ ആയിരിക്കാം. എനിവേ നമുക്ക് അത് നമ്മുടെ സാമുവൽ ബെക്കറ്റിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു. എനിവേ നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ, എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഈ ഗ്രൂപ്പിലുണ്ട്, ബട്ട് യു ആർ നോട്ട് അറ്റ് ഓൾ ആൻസറിങ്. ഓക്കെ, ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ്. ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ? Nora, at the end of the play, asserts that she is first and foremost option A, wife, option B, an able housekeeper, option C, a plaything, and option D, an individual. Nora, at the end of the play, asserts that she is, of course, an individual and who aspires for or who desires for freedom, right? Okay, that is the right answer. Individual. ഇത് എന്താണ് ഷെറിഡൻ ഇപ്പം കമൻറ്റ് ചെയ്തേക്കുന്നത്? Okay, noted. So Nora always claims for her own right, her own independence, her own freedom, and she wants to get liberation from everything, right? She wants to embrace freedom. Okay, Nora again നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ ഇബ്സന്റെ ഡോൾസ് ഹൗസിലെ തന്നെ സെൻട്രൽ ക്യാരക്ടറാണ്. Okay, let's move on to the next question. According to Bacon, we must read to. We know that Francis Bacon as an essayist, right? We are very much familiar with Francis Bacon as an essayist and who has been deeply influenced by the French writer, Montaigne. Again, French essayist Anna Montaigne. Okay, and his important works include Of Studies is there, then Of Truth is there, Of Marriage and Single Life is there. These are the important work, അല്ലേ? പിന്നെ ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ബേക്കൺ വി മസ്റ്റ് റീഡ് ടു. അദ്ദേഹം ഒരുപാട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള വർക്കാണ്. സം ബുക്സ് ആർ ടു ബി ച്യൂഡ്, സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, സം ബുക്സ് ആർ ടു ബി ച്യൂഡ് ആൻഡ് സം ബുക്സ് ആർ ടു ബി സ്വാലോഡ്, അല്ലേ? അപ്പോൾ അത് വളരെ വാലിഡ് ആയിട്ട് അങ്ങനെ ഒരുപാട് മെസ്സേജസ് റിലേറ്റഡ് ടു മാരേജ്, റിലേറ്റഡ് ടു സിംഗിൾ ലൈഫ്, റിലേറ്റഡ് ടു സ്റ്റഡി, റിലേറ്റഡ് ടു ട്രൂത്ത്, അല്ല, ഇതെല്ലാം അദ്ദേഹം നമുക്ക് കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും എപ്പോഴും ഓർത്തിരിക്കുന്നത് നമ്മൾ ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? വി മസ്റ്റ് റീഡ് ടു വേ ആൻഡ് കൺസിഡർ. വി മസ്റ്റ് റീഡ് ടു വേ ആൻഡ് കൺസിഡർ. സോ ഇതുപോലെ ബേക്കണിൻ്റെ റൈറ്റിങ്സും അല്ലെങ്കിൽ വർക്കുകളും മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സുകളും നമുക്ക് ഹൈലി വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും നോട്ട് ചെയ്യുക. Okay, then let's move on to the next question. Dash use the pseudonym Alpha of the Pluff. Okay, option A, A.G. Gardiner, option B, J.M. Sinch, option C, Robert Frost, and option D, Hemingway. ആരാണ് ഈ ഒരു pseudonymiൽ അറിയപ്പെടുന്നത്? Of course, the right answer, he is an English writer also. So the right answer is A.G. Gardiner. Okay, A.G. Gardiner. A.G. Gardiner. അതും നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. നോട്ടഡ്? ഇതൊക്കെ എഴുതിയെടുക്കുന്നുണ്ടോ അതോ ഇതെല്ലാം അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ എഴുതുന്നില്ലേ? Okay, let's move through the next question. Who among the following was jailed for his pacifism? Who among the following was jailed for his pacifism? Option A, Toni Morrison. Option B, David Diop. Option C, B. Russell. B. Russell means Bertrand Russell. And option D, Jack Davis. Among the following, who was jailed for his pacifism? And look at the meaning of pacifism. I think who is against war or something, right? Okay, so which is the right answer?
So the right answer is Bertrand Russell. Okay, and I think he was jailed 2 times for his idea of pacifism, and one is in 1916 and another one is in 1968 or something. Anyway, you have to check it there. Okay, I think it is 1916 and 1968. I'm not sure whether it is the correct year. You have to go through it, and it is Bertrand Russell. Okay, Bertrand Russell is the one who jailed for pacifism. Okay, noted. Okay, then Dash has written a Swiftian satire on 20th century politics. Swift is very much famous for satires, right? എന്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ് സ്വിഫ്റ്റിനെ നോക്കുമ്പോഴത്തേക്കും? ബാറ്റിൽ ഓഫ് ദ ബുക്സ് ഈസ് ദയർ ആൻഡ് ജോനാഥൻ സ്വിഫ്റ്റ് ടെയിൽ ഓഫ് ദ ടബ്, അതും അദ്ദേഹത്തിൻ്റെ വർക്കാണ് അല്ലേ. അപ്പോൾ ഇതിലൊക്കെ നമുക്കൊരു സറ്റയർ ഫീൽ ചെയ്യാം. അപ്പം ഹൂ ഹാസ് റിട്ടൺ എ സ്വിഫ്റ്റിയൻ സറ്റയർ ഓൺ 20th century politics എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈസ് ഇറ്റ് മീന അലക്സാണ്ടർ, Hemingway, G.H. Hardy and George Orwell? Of course, George Orwell, and that is the pen name, right? And his real name is Eric Arthur Blair, right? Eric Arthur Blair. That is his real name, and he always wrote under the pseudonym George Orwell, and George Orwell is very much famous for his work 1984 and Animal Farm. 1984 was published in the year 1949, and another important work is Animal Farm. Animal Farm അദ്ദേഹത്തിൻ്റെ important ആയിട്ടുള്ള work ആണ്. So note it there. He has written a Swiftian satire on 20th century politics. He has written a Swiftian satire on 20th century politics. അപ്പോൾ ഇതെല്ലാം നമുക്ക് important ആയിട്ടുള്ള information ആണ്. Okay, then Animal Farm, exactly. Then let's move on to the next important question. Bertrand Russell describes teachers as, option A, waters of dogma, option B, guardian spirits of pragmatism, option C, mercenaries of conservatism and guardians of civilization. Of course, ഇതെല്ലാം നമ്മുടെ സിലബസിലെ ടോപ്പിക്സുകൾ തന്നെയാണ്. അതിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 hours ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലും ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് യു ആർ വെരി മച്ച് ഫെമിലിയർ, യു ആർ തറോ വിത്ത് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ബട്ട് സം യു ആർ നോട്ട് അറ്റ് ഓൾ ഫെമിലിയർ, റൈറ്റ്? So here the right answer is guardians of civilization. Bertrand Russell describes teachers as guardians of civilization. Okay, guardians of civilization. Noted? നമുക്ക് ഒരു പോയിന്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Dash is a phrase Hemingway scorned and yet popularized. Hemingway, Ernest Hemingway, who is the author of The Old Man and the Sea, and he also won Nobel Prize, right? Old Man and the Sea. ഒരൊറ്റ നോവല കൊണ്ട് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള റൈറ്ററാണ് അദ്ദേഹം. ആൻഡ് പിന്നെന്താണ്, man can be defeated but cannot be, man can be destroyed but cannot be defeated. That is the very common or that is the most famous line from this work, Old Man and the Sea. And this which he belongs to the group of lost generation, right? Lost generation, that means lost generation means they are actually fed up with the atrocities that they have gone through as an after effect of war, അല്ലേ? അപ്പോൾ ഇതിൽ ലോസ്റ്റ് ജനറേഷൻ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. ആൻഡ് ആരൊക്കെയാണ് ലോസ്റ്റ് ജനറേഷൻ കോൺട്രിബ്യൂഷൻ എന്നല്ല, ആ ഒരു ഫ്രേസ് അദ്ദേഹം സ്കോൺഡ് ആണ് ആൻഡ് ഇറ്റ് പോപ്പുലറൈസ്. അതിൽ വരുന്ന റൈറ്റേഴ്സ് ആരൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫിറ്റ്സ്ജെറാൾഡ് ഈസ് ദയർ, Fitzgerald is there, then we have T.S. Eliot is there, T.S. Eliot is there. ഇവരെല്ലാം ലോസ്റ്റ് ജനറേഷൻ ഗ്രൂപ്പിൽ വരുന്ന റൈറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ദേ ആർ ടോട്ടലി അഗെയിൻസ്റ്റ് ദ വാർ ആൻഡ് ഇറ്റ്സ് അട്രോസിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Old Man and the Sea, written by Ernest Hemingway. And Santiago is Manolin. Santiago is the hero, right? The protagonist of the story. And that is, he is Manolin's, of course, we all know the answer. He is Manolin's mentor, okay? And he is Manolin's mentor, guide and philosopher, everything. And Manolin always kept a reverence towards him, right? And mentor. Okay, he is the mentor of Manolin. ഓക്കെ, നോട്ടഡ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും നിങ്ങൾ ആൻസർ ചെയ്യുന്നില്ല,
ഓപ്ഷൻ സി ആൻസർ ചെയ്തു. ഓക്കെ, ഇനി wuthering heights, again ബ്രോൺ സിസ്റ്റേഴ്സിലേക്ക് വരുവാണ്. wuthering heights-ന്റെ ഓഥർ ആരാണ്? ഷാർലറ്റ് ബ്രോൺ. And that particular work was published in the year 1847. Okay, that work was published in the year 1847. Wuthering Heights by Charlotte Bronte. Please note it there. നമുക്ക് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി സ്പീഡ് അപ്പ് ആക്കുകയാണ്. ഓക്കെ, സോ ദ ഫൗണ്ട്ലിംഗ് ഇസ് dash is central to Wuthering Heights. Again ഷാർലറ്റ് ബ്രോണ്ടിന്റെ Wuthering Heights-ൽ ഫൗണ്ട്ലിംഗ് ആരാണ്? ഹെത്ക്ലിഫ് is central to Wuthering Heights. ഫൗണ്ട്ലിംഗ് എന്നുള്ള ക്യാരക്ടർ, ഹെത്ക്ലിഫ് എന്നുള്ള ക്യാരക്ടർ is central to Wuthering Heights. Okay, noted. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹെത്ക്ലിഫ് എന്നുള്ള ക്യാരക്ടറിനെ നിങ്ങൾ ഫെമിലിയർ ആണ്. അപ്പോൾ ഫൗണ്ട്ലിംഗ്. ഓക്കെ, ഇനി which among the following authors sharply edged realism in representing ordinary events together with fantastic and dream-like elements? That means mixing up of fantasy plus reality അല്ലേ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വരുമ്പം ആരൊക്കെയാണ് നമുക്കറിയാം അല്ലേ. ഇതിൽ മാജിക് റിയലിസ്റ്റ് റൈറ്റേഴ്സ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇതിൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് നോട്ട്, അഗെയിൻ ടൈപ്പോഗ്രാഫിക്കൽ എറർ ഈസ് ദയർ അല്ലേ. Spelling mistake, Daniel Defoe is not. Then all others are, I think all others are belong to the group of magic realist writers. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ പറയുന്നതും അത് തന്നെയാണ്. സോ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്, John Fowles and Gunther Grass. Okay, these three figures belong to this category. Okay, എനിക്ക് തോന്നുന്നു നിങ്ങൾ വായിച്ചു വരുന്ന സമയം ആവുന്നേ ഉള്ളൂ. പക്ഷേ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നോട്ടഡ്. ഓക്കെ, then ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which among the books that Derrida states there is nothing outside the text? Derrida, Jacques Derrida, who is famous for deconstruction, and whose and her comment, his comment is there is nothing outside the text. In which among the text? Of course, he said it in Of Grammatology, which is written by Jacques Derrida, the deconstructionist writer, where he says that everything, there is nothing outside the text. Okay, there is nothing outside the text. Okay, then match the following books and their authors. Empire Writes Back, Culture and Imperialism, Nation and Narration, Wretched of the Earth. ഇതിൽ ഏതൊക്കെയാണ് റൈറ്റേഴ്സ്? ഓഫ് കോഴ്സ് നമുക്കറിയാം എംപയർ റൈറ്റ്സ് ബാക്ക്, ഓപ്ഷൻ എ എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ബിൽ ആഷ്ക്രോഫ്റ്റ്. കൾച്ചർ ആൻഡ് ഇംപീരിയലിസം, നേഷൻ ആൻഡ് നരേഷൻ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി എർത്ത്. അപ്പം ഓപ്ഷൻ വന്നേക്കുന്നത് എങ്ങനെയാണ്? ഫോർത്ത് ആദ്യം വരണം, then സെക്കൻഡ്, ഫോർത്ത് സെക്കൻഡ് തേർഡ്. അപ്പം റൈറ്റ് ആയിട്ട് വന്നേക്കുന്നത് ഫോർത്ത് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് വൺ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അതൊക്കെ അറിയാവുന്ന വർക്ക്സുകളാണ്. ഹോമി ബാബയും എല്ലാം നമുക്ക് നമ്മുടെ പോസ്റ്റ് കൊളോണിയലിസം ഡിസ്കസ് ചെയ്ത ടോപ്പിക്സുകളിൽ നമ്മൾ ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക്സുകളെല്ലാം നമുക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, ദെൻ more and more mankind will discover that we have to turn to poetry to interpret life for us, to control us and to sustain us. Whose words are this? Okay, appa poetry alla mankind will discover we have to turn to poetry ennulla oru question aanu choichekkunnathu. To interpret life for us, to control us. Of course, that is a comment made by Matthew Arnold. That's a comment made by Matthew Arnold. Okay, Matthew Arnold commented this statement. Noted? ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ആൻസറുമാണ്. ഓക്കെ, ദെൻ വിച്ച് among the following produce rasa or aesthetic emotion? രസ ഇന്ത്യൻ ഈസ്തറ്റിക്സിലേക്ക് വരികയാണ്, ഈസ്റ്റേൺ ക്രിറ്റിസിസത്തിലേക്ക് നമ്മൾ വരികയാണ്. ദെൻ വിച്ച് among the following produce rasa or aesthetic emotion? Is it vibhava, anubhava, വ്യഭിചാരി ഭാവ or all these?
We know that the right answer is option D, all these. കാരണം രസ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭാവ, അനുഭാവ, വ്യഭിചാരി, ഭാവ, സംയോഗ, രസ, നിഷ്പതി അല്ലെ? ഇത് മൂന്നും കൂടി കോമ്പിനേഷൻ ആണ്. ഇതിന്റെ മൂന്നിന്റെയും കോമ്പിനേഷൻ ആണ് രസ. So the right answer is all these. Okay. ഇനി match the following: peripetia, anagnorisis, catharsis and hamartia. ഇതിൽ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക. നമുക്കെല്ലാം അറിയാം അല്ലേ? പെരിപ്പെറ്റിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. അപ്പം A3 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അതെടുക്കുക. എന്നിട്ട് അതിൽ ചെക്ക് ചെയ്യുക. എന്താണ്? ഓപ്ഷൻ ബി, അനഗ്നോറിസിസ് റിക്കഗ്നിഷൻ കറക്റ്റ് ആണ്. അനഗ്നോറിസിസ് റിക്കഗ്നിഷൻ. Catharsis, purgation or purification, and hamartia, tragic flow. So the right answer is option B. Okay, right answer is option B. Somebody said it. Okay, noted. Then let's move on. Which among these is not an active articulator? This active articulator allathathu lower lip active aanu, tongue active aanu, പിന്നെ ഏതാണ്? upper row of teeth. upper row of teeth ഒരു fixed position ആണ് അല്ലേ? ഒരു static position ആണ്. So which is not an active articulator? It is the passive articulator. It is the passive articulator. Clear? Okay. Then let's you said the right answer. Very good. Next question. Which among the following statements refers to the concept of lang? Lang എന്ന് പറഞ്ഞാൽ it refers to individual utterance. This is right. It refers to the abstract knowledge. It is similar to Chomsky's competence. Exactly. Lang parole, competence, performance. So this is also the right one. And it is the system underlying speech. Definitely social system of language. അപ്പം this is not correct അല്ലേ? ഇൻഡിവിജ്വൽ അട്രൻസ് അല്ല, ദാറ്റ് ഈസ് പരോൾ. അപ്പം ഇത് മൂന്നെണ്ണം, അതായത് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് വരുന്നത് ഓപ്ഷൻ സി. അതാണോ റൈറ്റ് ആൻസർ? എക്സാക്ട്ലി, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം ഇത് മാർക്ക് ചെയ്യുക. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ ഐ തിങ്ക് വി ഹാവ് to go through 3 more questions to wind up the session. Which among the following can be defined as the quality of the voice? Quality of the voice, the right answer is pitch. Okay, quality of the voice, the right answer is pitch. Okay, noted. Adu nokka, determined by the frequency or the number of the vibrations of vocal cords. Then pitch note edonu vishwasikkunnu. Then which among the following is the study of the meaning of words and word combination in phrases and sentences? Words and word combination, syntactic alla, pragmatics ano, is it stylistics or semantics? Words and word meaning ennu parayumbam definitely which is the right answer? Option D. Option D, semantics is the right answer. Okay, option D, semantics is the right answer. ഇതൊക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് പോകുന്നതും. നമുക്ക് 1 hour സെഷൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾക്ക് ഇനി എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ഫൊണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ. നമുക്ക് ഉറപ്പായിട്ട് അറിയാം HSAയിൽ ഫൊണറ്റിക്സ്, അതായത് ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്കിൽ ഒരു ട്രാൻസ്ക്രിപ്ഷൻ എങ്കിലും നമ്മളോട് ചോദിക്കാറുള്ളതാണ്. So the phonetic transcription of the word language. Is it language? Language? ഇതിൽ ഏതാണ് കറക്റ്റ്? ഇതാണോ കറക്റ്റ്? ഇതാണോ വരുന്നത്? ഏതാണ്? I think the right answer is language. This is the right answer, and we know that we have to put it in slanting lines. Okay, so the right answer is option D, language. Language is the right answer. Okay, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ്. Okay, that is not the last question. Number of morphemes in the word uneventfulness. Uneventfulness ഏതാണ്?
Option C, 4. Okay, option C, 4. Option C, 4. That is the right answer. Uneventfulness. So 4 morphemes are there. Okay, noted. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ള ഒരു കമൻറ്റും കൂടി കേട്ടിട്ട് നിങ്ങൾ പോവുക. ഹൈസ്കൂളിലെത്താൻ അതിവേഗ പഠനം HSA യുടെ റാപ്പിഡ് ബാച്ച്. കാരണം ഇന്നത്തെ ഐ ഹോപ്പ് this session was very much helpful for you. I need your sincere comments there, so you can write it there in the chat box, comment box. Okay, so ഇനി ഒരു റാപ്പിഡ് ബാച്ച്, നമ്മുടെ വെക്കേഷൻ ബാച്ചുകാർ റെഗുലർ ബാച്ചുകാരല്ല, അവരോടല്ല പറയുന്നത്, നമുക്ക് ഇനി ഒരു റാപ്പിഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ക്ലാസ്സസ് ബേസ്ഡ് സിലബസ്, സോൾവ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു മെൻറ്റർഷിപ്പ്, നിങ്ങൾക്ക് ഗൈഡൻസിന് മെൻറ്റർഷിപ്പ് ഉണ്ട്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്, അതുപോലെ മോക്ക് ടെസ്റ്റ്, ടെക്നിക്കൽ സപ്പോർട്ട്, പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞങ്ങളെപ്പോലുള്ള കുറേ ടീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വരുന്നതാണ്. അതുപോലെ ഓഫ് കോഴ്സ് വെരി യൂസ്ഫുൾ ലൈവ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 8589083568. ഓക്കെ, താങ്ക് യു സോ മച്ച്.